ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽ ഹവാസു, അപ്പോൾ ഹാസകൾ ഹംസുൻ അഞ്ചാണ്. ജംഉ ഹാസത്തിൻ, ഹാസത്തിൻ്റെ ജമ്മാണ് ഹവാസ്. ബി മാനൽ കൂവത്തിൽ ഹസാസത്തി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതായ കഴിവ് എന്നർത്ഥത്തിനാണ് ഇവിടെ ഹാസ എന്ന് പറയുന്നത്. അത് ഹംസുൻ അഞ്ചാണ്. ബി മാന അന്നൽ അക്കല ഹാക്കിമുൻ, നമ്മളുടെ ബുദ്ധി വിരിക്കുന്നുണ്ട്. ബിൽ ലറൂറ, ഈ വിധി ലറൂറത്തൻ വിധിയാണ്. ലറൂറത്തൻ എന്നാൽ അത് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും ആ ഇൽമ് നമ്മളേക്കല ഉണ്ടാവും. അങ്ങനത്തെ ഇൽമാണ്. അതിന് വേറെ ചോദ്യം ചോദിക്കാൻ പാടില്ല. വെറുതെ ഇൽമ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ പാടില്ല. ഇന്നേതാ ദിവസം? ഇന്ന് ചൊവ്വാഴ്ചയാണ്. അതായത് ഇവിടുന്ന് മനസ്സിലായി അത് ലറൂര് മുത്തവാത്തിറായിട്ട് ലറൂരിയായി കിട്ടിയ ഇൽമാണ്. എന്നതുപോലെ പിന്നെ ലറൂര ഇൽമ എന്തുകൊണ്ട്? ബി വുജൂദിഹ, അത് ഈ അഞ്ചെണ്ണം എത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ആര് വിധിക്കുന്നുണ്ട്? ലറൂറത്ത് നൽകി അഖിൽ വിധിക്കുന്നുണ്ട്. പിന്നെ അമ്മൽ ഹവാസുൽ ബാത്തിനത്തുല്ലത്തി തുസ്ബിത്തുൽ ഫലാസിഫത്തു, ഫൽസഫക്കാരുണ്ടോ ഉണ്ടോ എന്ന് പറയുന്ന ബാത്തിനിയായ ഹാസകൾ ഫലാ തത്തിമു ദലായിലുഹ, അതിൻ്റെ ദലീലുകൾ താമാകുന്നില്ല അലൽ ഉസൂലിൽ ഇസ്ലാമിയ, ഇസ്ലാമിയതായിരിക്കുന്ന ഉസൂലുകളെ ചേർത്തി നോക്കുമ്പോൾ എന്തില്ല, നമുക്ക് ലറൂറത്ത് കിട്ടുന്നുണ്ട് അഞ്ചെണ്ണം. കാണുക, കേൾക്കുക, വേദനയാകുക പോലുള്ള തൊട്ടറിവ്, മണത്തറിവ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇങ്ങനെ അഞ്ച് വിധത്തിൽ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ലറൂറത്ത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവർ ഈ പറയുന്ന അത് ചെയ്യാത്ത തജ്രിബിയാത്ത് എന്നൊക്കെ പറഞ്ഞ ആദ്യം ഉണ്ടല്ലോ, അതൊന്നും ഉണ്ട് എന്നുള്ളത് പോലും പറയുന്നുണ്ട് എന്നല്ലാതെ നമുക്കത് ഇസ്ലാമികമായി നോക്കുമ്പോൾ ഉറപ്പിട്ടിട്ടില്ല. പിന്നെ ഒന്ന് സംആൻ, ഓ കൂവത്തുൻ മൂതായത്തുൻ, അത് സൂക്ഷിച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ശക്തിയാണ്. ഫിൽ ആസബി, നരമ്പുകളിൽ. അൽ മഫ്രൂഷി, വിരിച്ചു വെക്കപ്പെട്ട നരമ്പുകളിൽ. എവിടെയാണത് വിരിച്ചു വെക്കപ്പെട്ടത്? ഫി മക്അരി സിവാഹി, ചെവിയുടെ കുഴികളിൽ, കുഴിയുടെ ആഴിയിൽ. മക്കാറ് എന്ന ആഴി, ചെവിക്കുഴികളുടെ ആഴികളിൽ വിരിച്ചു വെക്കപ്പെട്ട ഒരു പാടുണ്ട്. ഒരു ചെറിയ സൂക്ഷ്മ നരമ്പുകളാൽ നിർമ്മിക്കപ്പെട്ട പാട, അതിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട ഒരു കൂവയാണത്. യുദറക്കു ബിഹൽ അസ്വാത്തു, അതുകൊണ്ട് ശബ്ദങ്ങൾ ഇങ്ങനെ ഇതറാക്കി ചെയ്യപ്പെടും. പി തരീക്ക് ഉസൂലിൽ ഹവായി, വായു ഇങ്ങനെ തട്ടുമ്പോൾ ബാധ്യമായി കൊണ്ട്, ഹവ മാധ്യമായി കൊണ്ട് വായു വേണം. എങ്ങനെയുള്ള വായു? അൽ മുതകയ്യിഫി, അത് ആകൃതി സിദ്ധിച്ച. ബി കൈഫിയത്ത് സൗത്തി, ശബ്ദത്തിൻ്റെ കൈഫിയത്ത് കൊണ്ട്. ഇപ്പം എൻ്റെ വായിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ വരുമ്പോൾ, ഒരു കാറ്റുകൂടെ എന്തോ ഒരു സാധനം ഇങ്ങനെ എൻ്റെ ചെവിക്കണ്ട് വരികയാണ്. എൻ്റെ ചെവീൻ്റെ ഈ പാടയിലേക്ക് തട്ടുന്നുണ്ട് എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹവ തട്ടുന്നുണ്ട്. ആ ഹവയിൽ എന്തും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കുന്ന ആ ഹവ ഇങ്ങനെ പോയിട്ട് പാടയിൽ ഇങ്ങനെ തട്ടുമ്പം പാടയിലൊരു ശക്തി ഇങ്ങനെ അള്ള പടക്കുകയാണ്. ആ ശക്തി ആവേഗങ്ങൾ എവിടേക്ക് കൊടുക്കുകയാണ്? തലച്ചോറ്റക്ക് ആവേഗങ്ങൾ കൊടുക്കുകയാണ്. ആ അക്ഷരങ്ങൾ ഇന്നാലിനൊക്കെയാണ്, അതിൻ്റെ മയന എങ്ങനെയൊക്കെയാണ്, അപ്പോൾ ആ കേട്ടത് ഇന്നാലിനൊക്കെയാണ് എന്നിങ്ങനെ വേർതിരിച്ചാൻ വയ്ക്കും. അങ്ങനെ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോയി ഈ ഹവ ചേരുന്നത്? ഇല സ്വിമാഹി, നേരത്തെ പറഞ്ഞിരിക്കുന്ന ചെവിക്കുഴിയിലേക്ക്. ബിമാന, ഏതർത്ഥത്തിനാ അപ്പം ഈ പറഞ്ഞത് അറിയോ? ബിമാന അന്നല്ലാഹു തആല യഖ്ലുഖു, അത് അള്ള അങ്ങോട്ട് പടക്കുകയാണ്. ഇതറാക്കിന് പടക്കുകയാണ്. ബിൻ നഫ്സി, ഇവൻ്റെ നഫ്സിൽ ഇന്ദദാലിക്ക, ഈ നമുക്ക് ഇവിടെ പോയി തട്ടണ നേരത്ത്, ഈ പാടയിൽ പോയിട്ട് ഈ ഹവ തട്ടണ നേരത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കുകയാണ്. എന്ത്? മനസ്സിലാക്കാനുള്ള ശക്തി അപ്പം അങ്ങോട്ട് പടക്കുകയാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് ആദ്യം കൊടുത്തു വെച്ചേക്കല്ല, അപ്പം അങ്ങോട്ട് പടക്കുകയാണ്. പിന്നെ ബസറാണ് രണ്ടാമത്തത്. വഹുവാദ് ഖുവ്വത്തും മൂദായത്തും ബിൽ അസുബത്തൈനി, രണ്ട് നരമ്പുകളിൽ സൂക്ഷിക്കപ്പെട്ട ശക്തിയാണത്. മുജവ്വഫത്തൈനി, ഉള്ളുകൊള്ളയാക്കപ്പെട്ടതായ, അല്ലത്തൈനി യാതൊന്നുകളായ, തതലാക്കയാനി ഫി ദിമാഗി, തലച്ചോറിൻ്റെ അടുത്ത് വെച്ചുകാണ്ട് ഓ രണ്ടുപേരും ഒട്ടി നിൽക്കും. എന്നിട്ട് സുമ്മ തഫ്തരിക്കാൻ, ഇവ രണ്ടുപേരും രണ്ടുപേരും വിട്ടുപിരിയും. തലച്ചോറിൻ്റെ അടുത്തുമ്പോൾ രണ്ടാളും ഇങ്ങനെ മുട്ടും, അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വേർതിരിയും. ഇങ്ങോട്ട് വേർതിരിഞ്ഞാൽ രണ്ട് പോകുമ്പോൾ തത്തയാനിയിലെ ലൈനൈനി രണ്ട് കണ്ണുകളിലേക്ക് പോയി തട്ടും, കൂടും. പോയി ഇങ്ങനെ തലച്ചോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ രണ്ടാളും ഒപ്പയിക്കുക. ആ രണ്ടാളും പോകുന്നതിന് ഇങ്ങനെ വേറിഞ്ഞാണ്ട് എന്നെ കണ്ണുമ്പോൾ ഓരോന്നും ഓരോ കണ്ണേക്ക് ഇങ്ങനെ പോകും. പിന്നെ
ഇതല്ല അതിന് ഇനി രണ്ട് കണ്ണുകളിലേക്ക് ഇതറൊക്കെ വ്യാധന ഇതറാക്കി ചെയ്യപ്പെടുമ്പോൾ അഥവാ പ്രകാശങ്ങളും വല്ല അലുവാനും ലോനുകളും അവൻ നിറമുള്ള സാധനം കാണാൻ കഴിയുള്ളൂ. കാറ്റ് നമുക്ക് കാണൂല. എന്തുകൊണ്ട്? അതിന് നിറമല്ല. അതുപോലെ മാത്രം പോരാ, പ്രകാശം വേണം. എത്ര കളറുള്ള സാധനത്തിൽ ചുവന്ന സാധനമാണ് ഇപ്പം ഇത്. പക്ഷേ ലൈറ്റ് എടുത്തിയാൽ എന്താവില്ല, ഇത് കാണൂലല്ലോ. അപ്പോൾ പ്രകാശവും അതുപോലെ തന്നെ ലൗനും ഇത് രണ്ടും കൂടിയും വേണം ഇതറാക്കി ചെയ്യപ്പെടും. വൽ അഷ്കാലു ആകൃതിയും ഒരാകൃതിയും ആവും. വൽ മക്കാദീറു അതുപോലെ തന്നെ കതിർ മനസ്സിലാക്കാൻ കഴിയും. ഇത് എത്ര നീളമുണ്ട്, എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. വൽ ഹർക്കാത്തു അനങ്ങേണ്ടെന്ന് കാണുമ്പോൾ ഹെസ്സിനു മൊഞ്ച് കാണുമ്പോൾ കുബുഹു മൊഞ്ചില്ലായ്മയും മൊഞ്ച് അതുപോലെ തന്നെ വിരൂപത വിരൂപാകൃതി അതൊക്കെ ഇതുകൊണ്ട് മനസ്സിലാവും. ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ കൈരുതാരിക്ക അല്ലാത്തൊക്കെ മനസ്സിലാവും. മിമ്മ അല്ലാത്തതിനാൽ ചില വസ്തുക്കളാൽ യഹ്റുഖുല്ലാഹു താല ഇതറാക്കഹ ഒന്ന് മനസ്സിൽ ഇതറാക്കിയലിനെ അള്ളാഹു പടക്കേണ്ടത്. പിന്നെ സിയോൻ നഫ്സിലെ ഇന്ത സീമാലി ലബദി ഇൽക്കൽ കൂവത്തിനെ ഇസ്തിമാൽ ചെയ്യുന്ന നേരത്ത് അടിമേ. പക്ഷെ മൂന്നാമത്തെ മണം. മൂന്നാമത്തും ഇതത്തൈനി രണ്ട് മുഴകളുടെ മേലിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൂവയാണ്. മുഴ സാധാ പരപ്പിൻ്റെ മേലേക്ക് കുറച്ച് പൊന്തിക്കണോണ്ട് അതിന് മസായിദാറുണ്ട്, രണ്ട് മുഴ. ആ നാത്യത്തൈനി ആ മുഴ മുളച്ചു പൊന്തിയിരിക്കുന്നു എവിടെ? ഈ മുഖദ്ദമി തിബായി തലച്ചോറിൻ്റെ ഫ്രണ്ടിൽ. ആ ഷബീഹത്തൈനി അതൊരു നല്ല യോജിപ്പുണ്ട്. എന്തിനോട്? ബിഹുൽമത്തൈ സതി സ്ത്രീകളുടെ മുലക്കണ്ണിനോട്. സ്ത്രീകളുടെ സ്തനത്തിൻ്റെ ആ കണ്ണുണ്ടല്ലോ, മുലക്കണ്ണ്, ആ മുലക്കണ്ണിനോട് യോജിപ്പുള്ള ഒരു രണ്ട് സായുധകളുണ്ട്. അതെവിടെ പടച്ചു വെച്ചതെന്നറിയോ? തലച്ചോറിൻ്റെ ഫ്രണ്ടിലാണ് പടച്ചു വെച്ചത്. യുദ്രക്ക് ബിയൽ ഹറവാഇഹു അതുകൊണ്ട് മണങ്ങൾ ഇതറാക്കി ചെയ്യപ്പെടും. അപ്പോൾ ഒരാൾക്ക് അതാണ് ചെത്തിക്കളഞ്ഞാൽ പിന്നെ എന്ത് മണക്കാനുള്ള കഴിവ് കിട്ടൂല. ബി തരീഖി ഉസൂലി ഹവായി ഈ കാറ്റ് ഇങ്ങനെ ചേരുമ്പോൾ, ഹവ ചേരുമ്പോൾ അൽ മുത്തകയ്യി കൈഫിയത്തി ദി റായിഹ ഈ മണമുடைய വസ്തുവിൻ്റെ കൈഫിയത്തുകൊണ്ട് കൈഫിയത്ത് സിദ്ധിച്ച ഹവ ആ മുഴമ പോയിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ എന്തു ചെയ്യും? എങ്ങോട്ട്? ഇല ഹൈഷവും തരിമൂക്കിലേക്ക് ഹവ ചേരുമ്പോൾ എന്തു ചെയ്യുന്നറിയോ? ഇവനിങ്ങനെ തിറാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരുന്നത് ഇന്നാലിന് അത്തറാണ്, ഇന്നാലിനത് മിന്നാലിന് അത്തറാണ്. അതൊക്കെ എന്ത് ചെയ്യും? അവന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അന്നില്ല നാലാമത്തത് ദൗഖു രുചി. ഒരു കൂത്തും മുമ്പസത്തുൻ അല്ലേ, പരന്ന് കിടക്കുന്നതായിരുന്ന ഒരു കുവ്വയാണ്. ഫിൽ അസബിൽ മഫ്രൂഷി വിരിച്ചു വെക്കപ്പെട്ട നരമ്പുകളിൽ. അല ജിർമിൽ ലിസാൻ നാവിൻ്റെ തടിൻ്റെ മേലിൽ. നാവ് എന്ന സാധനം തടിമ്പ കൂടെ ഇങ്ങനെ കേട്ടോ അള്ളാഹു കുറെ നരമ്പ് പരത്തി വെച്ച് കാണാതെ. യുദറക്ക് ബിയ തൊഴുമു രുചികൾ അതുകൊണ്ട് ഇതറാക്കി ചെയ്യപ്പെടും. യുഹാലത്തത്തി റുത്തൂബത്തി നനവ് ചേരുമ്പോൾ അല്ലു ആബിയത്തി പിന്നെ കുഴമ്പാകൃതിയിലുള്ള അല്ലത്തീഫിൽ ഫാമി വായിലുള്ള ഈ കേലയായി നിൽക്കുന്ന നനവുമായി മുഹാലിത്താവുമ്പോൾ എന്തുമായി മുഹാലിത്താവുമ്പോൾ ബിൽ മുത്തൊഴുമുള്ള വസ്തുവുമായി മുഹാലിത്താവുമ്പോഴും അപ്പോൾ ഉസൂലിയായിലല്ല സബിയ നരമ്പിലേക്ക് അതങ്ങ് ചേരുകയും ചെയ്യുമ്പോൾ എന്തെത്തിക്കപ്പെടും? തൊഴുമിനെ എത്തിക്കപ്പെടും. അങ്ങനെയുള്ളത് അതായിരിക്കുന്ന ഒരു കുവ്വത്തിൻ്റെ പേരാണ് ദൗഖ്. ഇനി ലംസ് തൊട്ടറിവ്. ഓയ കൂവത്തും മുമ്പസത്തും ബി ജമീൽ ബദിനി മേനി എല്ലായിടത്തും ഉള്ള ഒരു കൂവത്താണ് ഏത്? തൊട്ടറിവ്. ഒരു ഉറുമ്പ് നമ്മളെ കാലുമ്പ കടിച്ചാലും നമ്മളറിയും, പേൻ തലി കടിച്ചാലും അറിയും. പിന്നെ ഇതറൊക്കെ ബിയൽ ഹറാറത്തു ചൂടറിയും, ബുറൂദത്ത് തണുപ്പറിയും, റുത്തൂബത്ത് നനവറിയും, യുബൂസത്ത് ഉണക്കം അറിയും, അനാവിതാക്കി പോലത്തെ കഥയിൻ്റെ തമാസി തട്ടുമ്പോൾ വല്ലിത്തിസാലി ബിഹി അതുമായി ചേരുമ്പോഴും ആണ്ടറിയുന്നു. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബികുല്ലി ഹാസത്തിൻ മിൻഹ അയ്യൽ ഹവാസിൽ ഹംസി. ഇതുവരെ പറഞ്ഞ 5 ഹാസകളിൽ നിന്നുള്ള ഓരോ ഹാസ കൊണ്ടും യൂക്കഫു മനസ്സിലാക്കപ്പെടും. അയ്യുത്തലു അലാമ ഒന്നിൻ്റെ മേൽ ഒളിയത്ത് ഹിയലഹു ആ ഹാസയെ ആ സംഗതിക്ക് വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കാണാനാണ് കണ്ണ്, കേൾക്കാനാണ് ചെവി. അതിൽ ഓരോന്നുണ്ടല്ലോ.
അപ്പോൾ ഓരോ ഹാസയും ഏതിനാണോ നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ ആ കാര്യത്തിൻ്റെ മേലിൽ എന്ത് ചെയ്യും, വെളിവ് അറിയപ്പെടും. ഇനി അന്നല്ലാഹ തആല ഖദ് ഹലക, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയം പടച്ചു വെച്ചിട്ടുണ്ട്. കുല്ലമ്മിൻ തിൽക്കൽ ഹവാസി, ഈ 5 ഹാസയിൽ നിന്നുള്ള എല്ലാ ഓരോന്നിനെയും പടച്ചു. ലി ഇദ്റാക്കി അഷിയാ, ചില ഷൈകളെ മനസ്സിലാക്കാൻ, മഖ്സൂസത്തിൻ ഹാസാക്കപ്പെട്ട, കസ്സംഇ ലിൽ അസ്വാതി, ശബ്ദം മനസ്സിലാക്കാൻ കേൾവി പഠിച്ച പോലെ, വദ്ദൗഖി ലിൽ മത്ഊം, രുചിക്കപ്പെടുന്നതിന് വേണ്ടി ദൗക്ക് പടച്ച പോലെ, വശമ്മിലി റവാഹി, മണങ്ങൾക്ക് വേണ്ടി ഷമ്മു അടച്ച പോലെ, അല്ലേ? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലാ യുദ്റകു ബിഹാ മാ യുദ്റകു ബിൽ ഹാസത്തിൽ ഉഖ്റ, ഒരു ഹാസോട് ഇതിറാക്കിയപ്പെടുന്നത് മറ്റേ ഹാസോട് ഇതിറാക്കിയപ്പെടുന്നില്ല. കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ ശബ്ദം കേൾക്കൂല. ഒരാളിങ്ങനെ പറയണത് ഏതുകൊണ്ടാവില്ല, കണ്ണുകൊണ്ട് ആവില്ല. ശബ്ദം ഏതുകൊണ്ട് മനസ്സിലാക്കും, ചെവി കൊണ്ട് മനസ്സിലാക്കും. മറ്റേ സാധനത്തിൻ്റെ നിറം മാറ്റം ചെയ്ത് ഏത് മനസ്സിലാക്കും, കണ്ണുകൊണ്ടൊക്കെ മനസ്സിലാക്കും. വഅമ്മാഹന്നഹു ഹൽ യജൂസു വയംതനിയു ദാലിക, ഇതൊക്കെ ജായിസാണോ അതല്ല എന്നെ, അമ്മാന്നഹു ഹൽ യജൂസു ഔ യംതനിയു ദാലിക ഫഫീഹി ഖിലാഫുൻ, ഒന്നുകൊണ്ട് മറ്റൊന്ന് ഉണ്ടാകൽ അനുവദനീയമാണോ അതല്ല മുഹാലാണോ, അതിൽ ഖിലാഫുണ്ട്. ഒരാൾ മൂക്കൊണ്ട് ഇങ്ങനെ എന്ത് ഇങ്ങനെ മണം വലിച്ചുങ്ങാണ്ട് നിറം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചെവിയോണ്ട് ഇങ്ങനെ ശബ്ദം കേട്ടുങ്ങാണ്ട് സാധനത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുക, അതൊക്കെ അനുവദനീയമാണോ മുഹാലാണോ, അതിൽ ഖിലാഫുണ്ട്. പിന്നെ വൽ ഹഖ് വൽ ജവാസു, ഹക്ക് പറഞ്ഞാൽ ഉണ്ടാകാം. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തും വയ്ക്കുന്ന കൂട്ടത്തിൽ അതും വയ്ക്കുമല്ലോ, അപ്പം അനുവദനീയാണ്. ലിമാ അന്ന ദാലിക, എന്തുകൊണ്ട്, നിശ്ചയം ഇതൊക്കെ ആയതിന് വേണ്ടി, ബി മഹ്ളി ഹൽക്കില്ല, അള്ള സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. മിന്നൊരു തസീരിൽ ഹവാസി, ഹവാസിന് തസീർ കൂടാതെ, ഹവാസിന് തസീർ ഉണ്ടെങ്കിൽ വിവാദം ഓക്കെ. ഹവാസിന് തസീറില്ലല്ലോ, മോസിർ ആര് മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാവും? ഫലാ യംതനിയു, അപ്പോൾ അസംഭവ്യമല്ല, അൻ യഖ്ലുഖല്ലാഹു, അള്ളാഹു പടക്കുക എന്നുള്ളത്, അഖീബ സർഫിൽ ബാസിറ, കണ്ണ് തിരിച്ചു നോക്കുന്ന പിന്നിൽ എന്ത്, ഇദ്റാക്കൽ അസ്വാത്തി, ശബ്ദത്തെ ഇദ്റാക്കിയ എന്നുള്ളത് മസല അതല്ല, മുഹാലൊന്നും അല്ല. ഫൈൻകീലാൻ ചോദിക്കപ്പെട്ടാൽ, ആ ലൈസത്തിൽ ദായിക്കത്തു, ഈ ദായിക്കത്ത് എന്ന് പറയുന്ന ദൗക്ക് നമ്മൾ നാവുമ്മൽ നിറച്ച് നിരമ്പല്ല പഠിച്ചിട്ട് അതുകൊണ്ടാണ് ദൗക്ക് കിട്ടുന്നതല്ലേ, അത് അല്ല, ആണല്ലോ, അല്ലയോ, തുതറക്കു ബിഹ, അതുകൊണ്ട് ഇദ്റാക്കിപ്പെടുമല്ലോ. വലാവത്തു ഷൈഇ, അല്ലേ, ഒരു ഷെയ്ഇൻ്റെ മധുരം മനസ്സിലാക്കും, അത് മധുരം മനസ്സിലാക്കാനുള്ളതാണ്. അതിന് പുറമെ ഹറാറത്തുഹു, ചൂട് മനസ്സിലാവുമല്ലോ. നമ്മളെ ചൂട് മനസ്സിലാക്കാൻ ശരീരത്തിന് ആകെ അങ്ങനെ പറഞ്ഞത് ഏത് തൊട്ടറിവാണ്, ഏത് ചൂട് തണുപ്പൊക്കെ. നാവുകൊണ്ട് ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും മനസ്സിലാവുമല്ലോ എന്ന് ചോദിച്ചാൽ കുൽന, നമ്മൾ പറഞ്ഞില്ല, അങ്ങനെയല്ല. ബലിൽ ഹലാവത്ത് തുറക്ക് നോക്കി, ഹലാവത്ത് കിട്ടുന്നത് രുചി അറിവുകൊണ്ടാണ് കിട്ടുന്നത്. നാവ് നിറച്ചിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞ അതുകൊണ്ടാണ് കിട്ടുന്നത്. വൽ ഹറാറത്തു, ഈ ചൂട് എന്ന സാധനം ബിൽ ലംസിൽ മൗജുദ് ബിൽ ഫമി ലിസാനി, വായിലും നാവിലും എത്തിക്കപ്പെട്ടിരിക്കുന്ന ലംസ് ഉണ്ട്. മേനയാകണ്ട് കാരണം കൂടുതൽ കൂടിയുണ്ട്, നാവും വരും. അതുകൊണ്ട് അല്ലാതെ എന്തല്ല, നോക്കൊണ്ടല്ല ഏത് കിട്ടുന്നത്, ചൂട് കിട്ടുന്നത്. പിന്നെ ഇനി ഖബറും സാദിഖ് വരാനോ അതിനാ പറഞ്ഞത്. എന്നാ ഞാനൊന്ന് കേട്ടോ ഇന്നിപ്പോൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഖബറു സാദിഖു അലാ നൗഐനി, ഖബറും സാദിഖ് രണ്ടിനമാണ്. അഹദുഹുമാ അൽ ഖബറുൽ മുതവാത്തിറു, ഒന്ന് മുതവാത്തിറായ ഖബർ, രണ്ടാമത്തത്
വന്നൗഉസ്സാനി ഖബറുർ റസൂൽ, രണ്ടാമത്തെ ഖബറുർ റസൂൽ. ഇങ്ങനെയാണ്. ഇങ്ങനെ വിട്ടുപോവാ, അക്ഷരം കൂട്ടി നോക്കുക. അൽ ഖബർ സാദിഖ് അൽ മുതാബിഖു ലിൽ വാഖിഈന, സാദിഖ് എന്നാൽ വാഖിഇനോട് ഒത്ത ഖബർ. ഫൈനൽ ഖബറ, ഖബർ എന്നാൽ കലാമുൻ, ഒരു കലാമാണല്ലോ, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യകൂനു നിസ്ബത്തിഹി ഖാരിജുൻ, അതിന് നിസ്ബാക്കൊരു ഖാരിജ് ഉണ്ടാവും, ചിലപ്പോൾ ഒക്കും ചിലപ്പോൾ ഒക്കാതെക്കും. തുതാബിഖുഹു ദിൽക നിസ്ബത്തു, ആ ഖാരിജിനോട് നിസ്ബ ചിലപ്പോൾ ഒക്കും. ഫയകൂനു സാദിഖൻ, അപ്പോൾ സാദിഖായ ഖബറാവും. ഔ ലാ തുതാബിഖുഹു, അല്ലെങ്കിൽ നസ്ബായ ഖാരിജിനെ ഒക്കൂല, ഒക്കാത്തപ്പോൾ ഫയകൂനു കാദിബൻ, അപ്പോൾ കാദിബു ആവും. ഇതാണ് കലാമ് എന്നുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ല, ഇങ്ങനത്തെ കലാമിനാണ് ഖബർ എന്ന് പറയാം. ഫയകൂനു കാദിബൻ ഫസ്സിദ്ഖു വൽ കിദ്ബു, ഇങ്ങനെ വായന വെക്കുമ്പോൾ, അപ്പോൾ കലാമിനാണ് ഇങ്ങനെ വെക്കുമ്പോൾ സിദുക്കും കിദ്ബും അലാഹാദ, ഈ മാനപ്രകാരം മിൻ ഔസാഫിൽ ഖബരി, ഖബറിൻ്റെ വിശേഷങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അൽ ഖബറു സാദിഖു, സാദിഖായ ഖബർ, അത് യോജിപ്പുണ്ട്. ഇനി വഖാദിയു കാലാനി, ഇനി ഇവ രണ്ടിനെ പറയപ്പെടും ബി മാനൽ ഇഖ്ബാരി അനി ഷൈഇ, ഒരു ഷൈഇനെ പറ്റി വർത്തമാനം പറയൽ എന്നർത്ഥത്തിനേക്ക് പറഞ്ഞ കൈഫുള്ളാകട്ടെ. അനി ഷൈഇ, ഒരു ഷൈഇനെ പറ്റി, അലാമ ഹുവ ബിഹി, ഷെയ് ഏതൊരു സ്ഥിതിയിലാണോ അതേ ആ സ്ഥിതിൻ്റെ മേലിൽ ഷെയ് നിർത്താനം പറയുന്നത് എനിക്കും. ലാ അലാമാ ഹുവ ബിഹി, ഷെയ് ഏത് സ്ഥിതിയിലാണോ അങ്ങനൊന്നല്ല അല്ലാത്തതിന് മേലും പറയാം. അതായത് മരിച്ചെന്ന് പറയാം, ചിലപ്പോൾ മരിച്ചിട്ട് മരിച്ചില്ല എന്ന് പറയാം, അല്ലെങ്കിൽ മരിച്ചാത്തതിന് മരിച്ചില്ലെന്നൊക്കെ പറയാം. അപ്പോൾ രണ്ട് വകുപ്പും ഏതുണ്ട്, ഈ ആ രണ്ട് തരത്തിലുള്ള ഇഖ്ബാർ എന്ന മാനാക്ക് ഏത് പറയലുണ്ട്, സിദ്ഖ് കിദ്ബ് എന്ന് പറയലുണ്ട്. അത് പ്രകാരം എന്താ മാന, അൽ ഇലാമി ബി നിസ്ബത്തിൻ താമത്തിൻ, താമായ നിസ്ബയെ വേറെ ആൾക്ക് അറിയിച്ചു കൊടുക്കൽ. എങ്ങനെ താമായ നിസ്ബ, തുതാബിക്കുൽ വാഖിഅ ഔ ലാ തുതാബിഖുഹു, ആ നിസ്ബ വാഖിനോടൊക്കും അല്ലെങ്കിൽ ഒക്കാത്തതായിരിക്കും. ഈ രണ്ടാല് വിധത്തിലുള്ള നിസ്ബയെ വേറൊരാൾക്ക് ഇലാമ് ചെയ്യൽ എന്ന മാനാക്ക് പറയപ്പെടും. ഫയകൂനാനി, അത് പ്രകാരം സിദ്ഖും കിദ്ബുമാവും സിഫാത്തിൽ മുഖ്ബിരി, ഈ ഖബറായ കലാമ് കൊണ്ടുവരുന്ന വ്യക്തിൻ്റെ വസ്ഫാണ് ഈ കാര്യം. അങ്ങനെ വരുമ്പോൾ ഫമിൻ ഹാഹുന, ഇക്കാനത്തിന് വേണ്ടി, ഈ ഹാഹുനക്ക് ഒമിൻ സമ്മ എന്നുള്ള മാനയാണ്, ഇക്കാനത്തിന് വേണ്ടിയിട്ടാണ് യഖൗഫി ബാദിൽ കുത്തുബി, ചില കിതാബുകൾ സംഭവിച്ചത് അൽ ഖബറു സാദിഖു എന്ന് ബിൽ വസ്ഫി, വസ്ഫ് കൊണ്ടും, വഫി ബാദിഹ, ചില കോപ്പികളിൽ സംഭവിച്ചത് ഖബറു സാദിഖി ബിൽ ഇലാഫത്തി, ഇലാഫത്തിന് ഖബറു സാദിഖി എന്നും ചില കിതാബുകളുണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ ഈ മത്തിൻ്റെ ചില കോപ്പികളിൽ ഖബറു സാദിഖ് എന്നും ചില കിതാബുകളിൽ ഖബറു സാദിഖു എന്നും വന്നത് ഈ വ്യത്യാസത്തിലാണ്. പിന്നെ അലാ നൗഇനി, രണ്ട് നൗഇൻ്റെ മേലിലാണ്. അഹദുഹുമ, രണ്ടിൽ നിന്ന് ഒന്ന്, അൽ ഖബറുൽ മുതവാത്തിറു, മുതവാത്തിറായ ഖബറാണ്. സുമ്യ ബിദാലിക, അതുകൊണ്ട് പേരുവെക്കപ്പെട്ടു. ലിമ അന്നഹു, നിശ്ചയമായിട്ടും കാര്യമായതിന് വേണ്ടി, ലാ യഖഉ ദഫ്അതൻ, ഒപ്പം സംഭവിക്കൂല, പിന്നെയോ ബൽ അലത്തഅഖുബി, അക്ബിൽ ഉടനെ ആയിട്ടേ വരുള്ളൂ, വാലത്തവാലി തുടരായിട്ട് വരുള്ളൂ എന്നതുകൊണ്ടാണ് മുത്തവാത്തിർ എന്ന് പേര് വന്നത്. പിന്നെ വഹുവ, ഇനി എന്താണ് മുത്തവാത്തിറ ഖബർ പറഞ്ഞാൽ, അൽ ഖബറു സാബിത്തു അല അൽസിനത്തി എന്ന് വായിക്കണം, അല സുന്നത്തി എന്ന് വായിക്കരുത്. അൽസിനത്തി, ലിസാനിൻ്റെ എമ്മാവുന്ന അൽസിനത്തി കൗമിൻ, ഒരു കൗമിന് ലിസാനുകളുടെ മേലിൽ ലാ തസവ്വറതവാത്തുഹും, അവർ പറഞ്ഞൊക്കൽ കോലപ്പെടുകയില്ല. ഐ ലാ യുവിസിൻ അഖ്ലു, നമ്മുടെ ബുദ്ധി അനുവദിക്കുന്നില്ല, തവാഫുഖഹും, ഓലെല്ലാവരും കൂടി പറഞ്ഞൊക്കലിനെ, അല്ലെങ്കിൽ ഈ കളവലിന് വേണ്ടി നമ്മളെല്ലാവരും കൂടി കളവ് അറിയാമെന്ന് പറഞ്ഞൊക്കലിന് വേണ്ടി എല്ലാവരും കൂടി യോജിക്കൂല, ബുദ്ധി അനുവദിക്കുന്നില്ല. വമിസ്ദാ, പിന്നെ വമിസ്ദാഖുഹു മിൻ മിൻ മിസ്താഖു, ഇതിൻ്റെ മാസിദ്, മിസ്താഖിനെ മാസിദ് ഏതെങ്കിലും സാധിക്കുന്നോ അതിനാണെന്താ പറയുക, മിസ്താഖ് അറിയാം. ഈ ഖബറും ഈ മുത്തവാത്തിറ ഖബർ എന്ന് ഏതെങ്കിലും സാധിക്കാവുന്നോ അങ്ങനത്തെ ഒന്നാവുന്നത് ഉഖൂഉൽ മിൻ ഗൈരി ശുബ്ഹ, ഒരു ശുബ്ഹി ഇല്ലാത്ത വിധം ഇൽമു വാക്കിയാകലാണ് മിസ്താഖ്. മനസ്സിലായില്ലേ? അപ്പം മുത്തവാത്തിറ ഖബർ മക്ക മൗജൂദാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി യാതൊരു ശുബ്ഹയും അവിടെ വാക്കില്ല. വഹുവ, ഇത് മൂജിബുൻ, അത് മൂജിബാണ്. അവിടെ നിന്ന് കിട്ടി ലറൂറത്തി, മൂജിബാണെന്ന കാര്യം ലറൂറത്താണ്. ആ
എന്തിനെ ഈജാബ് നിർബന്ധിക്കും ലിൽ ലറൂരി, കൽബെന്നാണ് വലിച്ചെറിയാൻ പറ്റാത്ത വിധത്തിൽ യക്കീനെ ഫായ്ദ ലഭിക്കും. ഇവിടെ ഇൽമിന് യക്കീൻ എന്നമായ ലറൂരിയായ യക്കീനെ ഫായ്ദ ഉണ്ടാക്കി തീർക്കും മുത്തവാത്തിറായ ഖബർ. ഇന്നേ ദിവസം ശനിയാഴ്ച, ഇന്ന് ശനിയാഴ്ച എന്നുള്ളത് ഞാൻ എന്ത് പറഞ്ഞ കാര്യം, ശനിയാഴ്ച ഉറപ്പാണ്. പിന്നെ ഉദാഹരണം പറഞ്ഞാൽ അക്കൽ എൽമിബിൽ മുലൂക്കിൽ ഹാലിയെത്തി, കഴിഞ്ഞുപോയ രാജാക്കന്മാരെ കുറിച്ചുള്ള അറിവ് പോലെ. ഫറോവ ചക്രവർത്തി ഇവിടെ രാജ്യം ഭരിച്ചിരുന്നു, സുലൈമാൻ നബി ലോകം ഭരിച്ചിരുന്നു, ഇതൊക്കെ അങ്ങ് മുത്തവാത്തിറായി കിട്ടിയിരുന്നു. നമുക്ക് ഇൽമു ദറൂരിയായിട്ട് കിട്ടി. പിന്നെ ഒരു അസ്മിനത്തിൽ മാലിയെത്തി, കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചുള്ള ഇൽമ്. ഒരു ബുൽദാനിൽ എത്തി, വിദൂരത്തുള്ളതായിരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. പിന്നെ യഹ്തമിലുൽ അത്ഫു അലുൽ മുലൂക്കി, ഇത് മുലൂക്കുമ്പോൾ കത്തുവാക്കാനും പറ്റും, വാലിൽ അസ്മിനത്തി അസ്മിനത്തും കത്തുവാക്കാനും പറ്റും. വിദൂരമായ രാജ്യത്തുള്ള രാജാക്കന്മാർ അങ്ങനെയും ആകാം, വിദൂരത്തുള്ള രാജ്യങ്ങളെ പോലെ അങ്ങോട്ടും ആവാം. പിന്നെ വല്ല അവലും ആദ്യം പറഞ്ഞ അത്തുഫാണ്, മുലൂക്കുമ്പോൾ കത്തുവാക്കലാണ് അല്ല അക്റബു, അത് ഏറ്റവും മണ്ടയിലേക്ക് അക്റബ് അതാണ്. വൈകാന അബുദ ലഫ്ല് ദൂരത്താണെങ്കിലും, ലഫ്ല് ദൂരത്താണെങ്കിലും മാനങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബുദ്ധിയിലേക്ക് വരുന്നത് എവിടേക്ക് അത്തുഫാക്കലാണ്, മുലൂക്കുമ്പക്ക് അത്തുഫാക്കാനാണ്. പിന്നെ ഇവിടെ രണ്ട് കാര്യം കിട്ടി നമുക്ക്. ഒന്ന് അഹദുഹുമ, ഒന്നാമത്തെ കാര്യം അന്നൽ മുത്തവാത്തിറ, നിശ്ചയമായിട്ട് മുത്തവാത്തിർ മൂജിബുല്ലിൽമി, അത് ഉറപ്പിന്ന് തരുന്നിട്ട്. മറ്റോ ദാലിക ബിൽ ലറൂറത്തി, അത് ലറൂറത്താണ്, കിട്ടുന്നുള്ള കാര്യം ലറൂറത്താണ്. രണ്ടാമത്തെ കാര്യം വരുന്നുണ്ട് കേട്ടോ. ഫഇന്ന നജിദു മിൻ അംഫുസിന, നിശ്ചയമാണ് നമ്മുടെ ഉള്ളുകളിൽ നിന്ന് നമ്മൾ എത്തിക്കുന്നുണ്ടല്ലോ അല്ല ഇൽമ വജൂദി മക്ക, മക്ക എന്ന രാജ്യം ലോകത്തുണ്ട് എന്ന് നമ്മൾ ഉള്ളു പറയുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ബഗ്ദാദ് ഉണ്ട് എന്നും, വന്നഹു ലൈസ ഇല്ലാ ബിൽ ഇഖ്ബാരി, അത് വേറെ പറഞ്ഞ് കേട്ടിട്ട് മാത്രമാണല്ലോ. ജീവിതത്തിൽ ബഗ്ദാദ് കാണാത്ത നമ്മൾ ബഗ്ദാദ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആൾക്കാർ പറഞ്ഞിട്ടാണല്ലോ. ഇപ്പോൾ വസാനി രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഉണ്ട് പറഞ്ഞത്, അന്നൽ ഇൽമൽ ലാസില ബി ലറൂരിയൻ, അവ കിട്ടിയ ഇൽമ ലറൂരിയാണ്, മാണ്ട ചാരിച്ചാലും മണ്ടയിൽ കയറും, നിർബന്ധിതമായിട്ട് കിട്ടുകയാണത്. ദാലിക്ക, അത് ലിഅന്നഹു യസ്സുലിൽ മുസ്തദില്ലി വഗൈരിഹി, ദലീൽ ചോദിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഹാസിലാകുന്നുണ്ട്. ഹത്തസ്ബിയാനി, കുട്ടികൾക്ക് വരെ, അല്ലദീന ലഹ്തിദാ ലഹും ബി തരീഖിൽ ഇക്തിസാബി, ഇക്തിസാബിൻ്റെ തരീഖിലൂടെ ലക്ഷ്യത്തിലേക്ക് ചേരാൻ പക്വത എത്താത്ത സിബിയാനിക്ക് വരെ. ഇപ്പോൾ തെർത്തീബിൽ മുഖദ്ദിമാത്തി, സോറിയും കുബറിയും തെർത്തീബാക്കാനുള്ള പക്വതയൊന്നും എത്താത്ത കുട്ടികൾക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാസിലാകുന്നുണ്ട്. ഏത് ഈ ഇൽമ് ഹാസിലാകുന്നുണ്ട്. പിന്നെ വമ്മാ ഖബറുൻ നസാറ, അപ്പം ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ നസാറാക്കളെ വർത്തമാനം ഈസാ അലൈഹിസ്സലാം കൊന്നുള്ളൂ എന്നും, വൽ യഹൂദി, യഹൂദികളെ വർത്തമാനം ബി തഹ്ബീദി ദീനി മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ വാദം എന്ന് പറഞ്ഞത് അന്ത്യനാൾ വരേക്കുള്ളതാണോ എന്നുള്ള ആ വാദവും ആ വർത്തമാനമൊക്കെ തവാത്തൂറു മംനൂൻ, അതിന് തവാത്തുറു ഞങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ മുത്തവാത്തിറ നിങ്ങൾ പരങ്ങൾ പറയാമെന്നല്ലാതെ തവാത്തുറായിട്ട് കിട്ടിയിട്ട് ഇല്ല. അതിൻ്റെ അലാനുസല്ലിമു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈൻ ഖീല, പിന്നെ ചോദിക്കപ്പെട്ടാലേ, ഖബറു കുല്ലി വാഹിദിൻ, കുല്ലു വാഹിദിൻ്റെയും വർത്തമാനം ലാ യുഫീദു ഇല്ലല്ലന്ന, ലന്നിനല്ലാതെ വായിപ്പിക്കൂലല്ലോ. നമ്മൾ പറഞ്ഞു മുത്തവാത്തിറായ ഖബർ കൊണ്ട് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്, നല്ല ഉറപ്പ് കിട്ടും, ലറൂരിയായാലും കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ആര് പറഞ്ഞാലും നമുക്ക് ലന്നല്ലേ കിട്ടുള്ളൂ. ഒരാൾ വർത്താനം പറഞ്ഞപ്പോൾ യക്കീൻ കിട്ടണേ, ലമ്മുല്ലന്നി ഇലല്ലന്നി, ലന്ന് ലന്നിലേക്ക് കൂടുക എന്ന് പറഞ്ഞത് ലാ യുജിബുൽ യക്കീന, അത് യക്കീനെ വചിപ്പിക്കലെങ്ങനെ? മനസ്സിലായില്ലേ? ലന്നും കൂടി എങ്ങനെ യക്കീനാണത്? വലിയൊരു തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐലൻ ഐഡി പറഞ്ഞ രണ്ടാമതൊരു ചോദ്യം, ജവാസു കദിബി കുല്ലി വാഹിദിൻ, ഓരോ ഒറ്റ വ്യക്തിയുടെയും കളവ് അനുവദനീയമാകൽ യൂജിബു ജവാസ കദിബിൽ മജ്മൂഇ, ടോട്ടലിൻ്റെ കദിബിൻ്റെ ജവാസിനെയും അനുവദിക്കുമല്ലോ. ജെയ്ദുകളെ പറഞ്ഞൂടെ? സാധ്യതയല്ലേ? ഉണ്ട്. അംറംബർ പറഞ്ഞൂടെ? അതിന് സാധ്യതയുണ്ട്. ബക്കറുകളെ പറഞ്ഞൂടെ? അതിന് സാധ്യതയുണ്ട്. ഖാലിദ് പറഞ്ഞൂടെ? ഉണ്ട്.
എന്നാ പിന്നെ എല്ലാവരും പറഞ്ഞതിനിപ്പോൾ എന്താ? ഓരോരുത്തരെയും കളവ് ജായിസാണെങ്കിൽ പിന്നെ മജ്മൂനുണ്ടെങ്കിൽ കൂടെ ആ സാധ്യത അല്ലി അന്നഹു നഫ്സുൽ ആഹാദി. ഈ മജ്മൂ എന്ന് പറഞ്ഞ ആഹാദിൻ്റെ നഫ്സാണല്ലേ ഇത് മജ്മൂ പറഞ്ഞത്. കൊല്ല അതിന് രണ്ട് ചോദ്യം ഒറ്റ മറുപടി ഞങ്ങൾ പറയാൻ. റുബമായക്കൂനുമാലിജ്തിമായി സമ്മേളിക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. മാ ഒന്ന് ലായക്കൂനുമാൽ ഇൻഫിറാദി ഒറ്റക്കൊറ്റക്ക് നടക്കാത്ത ഒന്ന് കൂടുമ്പോൾ നടക്കാറുണ്ട്. കൂവത്തിൽ ഹബിലി കയറിൻ്റെ ശക്തി പോലെ അൽ മുഅല്ലഫി മിന ഷയറാത്തി കുറേ രോമങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതായ ഒരു ചെറിയ ഒരു ചാറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് ആനയെ കെട്ടാൻ പറ്റുമോ? പറ്റൂല. വേറൊരു ചാറ്റ് എടുത്തു ഇതുകൊണ്ട് ആനയെ തിളക്കാൻ പറ്റുമോ? പറ്റൂല. വേറൊരു ചാറ്റ് എടുത്ത് ആനയെ തിളക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ 100-200 ചാറ്റ് ഒന്നായിട്ടാണ് കൂട്ടിയാണ് പിരിച്ചു. അപ്പം ആനയെ കെട്ടാൻ പറ്റുമോ? പറ്റും. അപ്പം എന്തേ ഇപ്പോൾ ഓരോന്നിടത്തും പറ്റാത്ത കൂടുമ്പോൾ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് എല്ലാത്തിനും മറുപടിയാ. ഏത് എല്ലാവരും നുണ അറിയാവുന്നത് ഉണ്ടാവില്ല. ഒരാളൊറ്റക്ക് പറയാം, മറ്റേ ഓനൊറ്റക്ക് പറയാം. എല്ലാവരും കൂടി ആയിരക്കണക്കിന് ഒന്നായിട്ട് നുണ അറിയാറിഞ്ഞ് ഉണ്ടാവില്ല. അന്ന പോലെ തന്നെയാണിത്. ഇത് മാത്രം ആനെ കെട്ടാൻ പറ്റൂല, ഇതോ അതിന് പറ്റൂല, എന്നാൽ അതിൽ കൂട്ടി പിരിച്ചുമ്പോൾ പറ്റും. അപ്പാണ് ഇജ്തിമാന്റെ സമയത്ത് കിട്ടും. ഏത് കിട്ടപ്പെടും? ഇൻഫിറാത്ത് ഏത് കിട്ടാത്ത ഒന്ന് കിട്ടുമെന്ന്. ഫൈങ്കയില അതിന് ചോദിക്കപ്പെട്ടാൽ അല്ലറൂരിയാത്തു ഈ ലറൂരിയാത്ത് കാണത് ലായക്കൗഫിക തഫാവുത്തു അതിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. ലറൂരിയ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? ഓനത് നിർബന്ധിതനായ ഇൽമ കിട്ടാൻ എന്നാ പറഞ്ഞത്. അതിന് ഏറ്റവും വ്യത്യാസം എന്താ? എല്ലാവർക്കും ഒരേ മതിലല്ലോ കിട്ടുക. അങ്ങനെയാണെങ്കിൽ സെയ്ദിനും അമ്പറിനും ഒക്കെ മാറ്റമുണ്ടല്ലോ. അതുപോലെ തന്നെ വല ഇഖ്തിലാഫ് തർക്കം ഉണ്ടാവില്ലല്ലോ. ലറൂരി കാര്യത്തിൽ തർക്കം ഉണ്ടാണ്. കാരണം ഇൽമ നിർബന്ധമല്ലേ, അപ്പോൾ തർക്കം ഉണ്ടാണ്. അപ്പോൾ നെഹനു നജിദുൽ ഇൽമാവിന് ഉദാഹരണം പറഞ്ഞാൽ മൂപ്പരനെ ഉദാഹരണം പറയാം. നെഹനു നജിദുൽ ഇൽമ ബി കൗനിൽ വാഹിദ് ഇസ്ഫുലിസിനൈനി ഒന്ന് രണ്ടിൻ്റെ ഭൗതിയാണെന്നതിൻ്റെ ഇൽമിനെ എത്തിക്കുന്നു. അക്വ നല്ല ശക്തിയുള്ളത് എത്തിക്കുന്നുവല്ലോ. ഇതിനേക്കാൾ മിനൽ ഇൽമി ഇൽമിനേക്കാൾ ബി ഉജൂദി ഇസ്കന്ദർ അലക്സാണ്ടർ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്നുകൊണ്ടുള്ള ഇൽമിനേക്കാൾ ശക്തി ഉണ്ടല്ലോ. രണ്ടിൻ്റെ ഭൗതിയാണ് ഒന്ന് എന്നത്. അതുപോലെ തന്നെ വൽ മുത്തവാത്തിറു മുത്തവാത്തിറാവുന്നത് കത് അങ്കറ ഇഫാദത്തഹു അൽ ഇൽമ അത് ഇൽമിനെ വായുദീപിക്കുമെന്ന് നിഷേധിക്കുന്നുണ്ടല്ലോ. ജമാഅത്തുമിനെ ലുക്കലായി ബുദ്ധിമാനിപ്പെട്ട ചില ആളുകൾ തന്നെ. ഏതുപോലെയൊക്കെ സുമനിയത്തി സോമനാഥ വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളൊക്കെ പോലെയും വൽ ബറാഹിമത്തി ബറാഹിമ വിഭാഗത്തെ പോലെ. ബറാഹിമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമൊക്കെ ഉണ്ട്, പക്ഷേ ദൂതന്മാരയക്കൊന്നുമില്ല എന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ പേരാണെന്ത്? ബറാഹിമത്ത് പറഞ്ഞത്. സുമനിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിംബാരാധകരാണ്. ഓലെന്താ പറഞ്ഞറിയോ? നമ്മളൊക്കെ ഒരു ജീവി കോലം മാറി വേറെ ജീവിയായിക്കാണ്, കുരങ്ങ് മാറിക്കാണ്ട് മനുഷ്യനായിക്കാണെന്നൊക്കെ പറഞ്ഞ വിഭാഗത്തിൻ്റെ പേരാണെന്ത്? സോമനാദികൾ കാരണത്. ആപറ്റങ്ങളൊക്കെ മാതിരി ഓലൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? പിന്നെ പിന്നെ മുത്തവാത്തിർ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും എന്ത് കിട്ടൂല, ഉറപ്പ് കിട്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തർക്കമുണ്ടല്ലോ. കൊല്ലായി ഞങ്ങൾ മറുപടി മംനൂൻ നമ്മൾ സമ്മതിക്കൂല. ലാനു സല്ലിമൂന്നിൻ്റെ മാനാ ലഫ്സനാണ് ഇത് മംനൂൻ എന്നാണ്. നമ്മൾ അംഗീകരിക്കൂല നിങ്ങളാ പറഞ്ഞത്. ബല്ലെങ്കിലും കത് പിന്നെ തത്തഫാവത്തും ആണല്ലേ. ഇതിൽ നെത്തഫാവത്ത് നേരെ തത്തഫാവത്തല്ലേ? കത് യത്തഫാവത്തോ കുഴപ്പമൊന്നുമില്ല. കാരണം അൻവാവ് എന്നുള്ള ലാഹിറാസ് വായിലാകുമ്പം യാവും താവും പറ്റും. ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. അൻവാവ് ലറൂരി ലറൂരിൻ്റെ നൗവ് മാറ്റം ഉണ്ടാവും. ലറൂരി തന്നെയാണ്. ഇപ്പം നായ്ക്കളിൻ്റെ പലയാതി നായ്ക്കളില്ലേ, പൂച്ച പലയാതി പൂച്ചല്ലേ എന്ന മാതിരി ജിൻസ് എന്നാണ് നൗവ് വ്യത്യാസം ഉണ്ടാവുകയെ. ലറൂരിയാണൊക്കെ, പക്ഷെ ലറൂരിൻ്റെ കൂട്ടത്തിൽ തന്നെ പലയാതി ഉണ്ടാവും. ബി വാസ്തത്തി തഫാവുത്തി ഫിൽ ഫിൽ ഇൽവി ഇണക്കത്തിലുള്ളതായ ഏറ്റവും വ്യത്യാസത്തിനനുസരിച്ച് ഒരു സാധനത്തിന് അണങ്ങും തോറും. ഇപ്പം സ്വന്തം മകൻ്റെ പേര് ബാപ്പാർക്ക് മക്കൾക്ക് അങ്ങ് വയ്ക്കൂല. അയലോകത്തെ കുട്ടീൻ്റെ പേരില്ലേ ഇപ്പം എന്താവും? വയ്ക്കും. കാരണം പെരിയിലണങ്ങുന്ന അത്ര അയലോകത്ത് അണങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ 4 പേരുടെ അപ്പുറത്തുള്ള കുറച്ചുകൂടി വേക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഈ ഇണക്കം വ്യത്യാസം അനുസരിച്ച് എന്ത് ചെയ്യും? അത് മാറ്റം വരും. അതുപോലെ തന്നെ ഒരു ആദത്തി പതിവ് മാറുന്നതിനനുസരിച്ചും ഒരു മുമാറസത്തി അതുമായിട്ടുള്ളതായിരിക്കുന്ന പരിചയം വ്യത്യാസത്തിനനുസരിച്ചും വല്ല അഖ്താരി ബിൽ ബാലി ബുദ്ധിയിലേക്ക് ഓടി വരുന്നതിൻ്റെ ഉദിക്കുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ചൊക്കെ എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പം മാറ്റം എന്ന് പറഞ്ഞത് പല നിലക്കും വ്യത്യാസം വരും. പക്ഷെ ലറൂറത്തിൻ്റെ ഇതിലെ കാര്യത്തിൽ എന്താണ്? ഒക്കെ ഒന്നാണ്.
പിന്നെ തസവൂറാത്തി അത്തറാഫിൽ അഹ്കാമി, വിധികളുടെ തൊർഫ് തസോറാക്കുന്നിടത്തും മാറ്റം വരും ചിലപ്പം. മറ്റേ ഏതാൾ പറഞ്ഞത് എന്താണ്, പിന്നെ സൂറിയും കുബറിയും കൂടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് നതീജ കിട്ടുന്നത്. അപ്പോൾ ഈ സൂറിയും കുബറിയും ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, തസവൂറാക്കുന്നിടത്ത് മാറ്റം വന്നാൽ ചിലപ്പോൾ എന്ത് വരും, അതിനൊരു നതീജയ്ക്കും മാറ്റം വരും. അങ്ങനെ വരുന്ന മാറ്റം എന്നല്ലാതെ ലറൂരിയായ ഇൽമ എല്ലാവർക്കും എന്ത് ചെയ്യും, കിട്ടും. വഖദി ഉഖ്തലഫു ഫീഹി, എന്നാ പിന്നെ മറ്റേ മറുപടി ഏത്, സുന്നിയത്തും ബറാഹിമത്തും ഒക്കെ നിഷേധിക്കുന്നുണ്ടല്ലോ എന്ന് രണ്ടാമത്തെ ഒരു ചോദിച്ചു. അതിന് മറുപടി വഖദി ഉഖ്തലഫു ഫീഹി, ചിലപ്പോൾ ലറൂരിയത്തിൽ ഇഖ്തിലാഫ് പറയപ്പെടലുണ്ട്. മുഖാബറത്തൻ്റെ ഒച്ചട്ട് തോൽപ്പിച്ചാന്നില്ലക്ക്. ഒരാളെങ്ങനെയാണ് ഒരു അവർ തന്നെ ഇനാദൻ, മത്സര ബുദ്ധിയാലും വാശി, ആ വാശി പിടിച്ചും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒച്ചട്ട് തോൽപ്പിച്ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യലുണ്ട് അറിയോ, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരാൾ പറയാം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പോൾ നാട്ടിൽ കൂടെയൊക്കെ, ഒരാൾ പറയാം ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരാൾ അങ്ങനെ ചിത്താന്തം പിടിച്ചപ്പോൾ നമ്മളെന്താ കാട്ടുന്നത് എന്ന പറഞ്ഞ മാതിരി. അതിന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല, അല്ലാതെ ഒരു ഇഖ്തിലാഫ് ഉണ്ടാവില്ല. സൂഫസ്തായിയെത്തി ഫി ജമീ ലറൂരിയാത്തി, സൂഫസ്തായികൾ അങ്ങനെയാണ്, എല്ലാ ലറൂരിയാത്തിലും പോലെ എന്ത് നിഷേധിക്കാൻ നിൽക്കുകയാണ് പോലെ. അതിനിപ്പോൾ എന്താ നമ്മൾ കാട്ടുന്നത്. ഇനി സാനിയാണ് ഏത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നൗഉസാനി, രണ്ടാമത്തെ നൗഅ് ആ ഖബറുർ റസൂലാണ്. ഒന്ന് മുതവാത്തിറായ ഖബർ, രണ്ടാമത്തത് റസൂലിൻ്റെ ഖബർ. എങ്ങനെയുള്ളതായ റസൂലാണ്? അൽ മുഅയ്യദി, ബലം നൽകപ്പെട്ടവരായ, ബിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് കൊണ്ട് ഈ നൽകപ്പെട്ടതായ ദൂതൻ്റെ വർത്താനം. പിന്നെ അയ സാബിത്തി റിസാലത്തുഹൂൻ, അദ്ദേഹം ഒരു ദൈവദൂതനാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ അയ്യത് കാരണം. എങ്ങനെ ബോധ്യം വന്നു? ബിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് കാരണമായിട്ട്. റസൂല്, റസൂല് എന്നാൽ ഇൻസാനുൻ ബഅസഹുല്ലാഹ്, അള്ളാഹു അയച്ച ഒരു മനുഷ്യനാണ്. ബഷറുൻ നജറി താബിൽ എഴുതിയത്, ഇത് ഇൻസാൻ എന്നൊക്കെ തന്നെയാണ്. ഇലൽ ഖൽഖി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക്. പിന്നെ ലി തബ്ലീഗിൽ അഹ്കാം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ഈ ഹൽക്കിനിക്ക് തബ്ലീഗ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. കദിയുസ്തറത്തു, ഈ കത് ഇബാറത്തിട്ടത് മുളാരി കടന്നപ്പോൾ തക്ലീലിനെ വായ്പിക്കുമ്പോൾ എന്തിനു വായ്പിക്കാനാണ്? ഇവിടെ ദുർബലമായ അഭിപ്രായമാണ് വായ്പിക്കാനാണ് ഈ കദിയുസ്തറത്തു പറഞ്ഞത്. വഖദിയുസ്തറത്തു ഫീഹി, ഈ റസൂലിൽ ചിലപ്പോൾ ഷർത്താക്കപ്പെടലുണ്ടല്ലോ കിതാബു കിതാബു. അപ്പോൾ ചിലർ അങ്ങനെ അഭിപ്രായപ്പെട്ടത് കിതാബ് കൂടി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, റസൂൽ എന്ന് പറയുള്ളൂ എന്നൊരു കീഴാന്നർത്ഥം. ബി ഖിലാഫിൻ നബി, നബീനിക്ക് മാറും, നബി റസൂൽ മാറ്റണ്ട്. ഫൈനഹു, നബി പറഞ്ഞത് ആമു, അതിനേക്കാൾ ആമാണ്. അപ്പം തബ്ലീഗിൻ്റെ കൽപ്പന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താവും, നബിയാവും. പിന്നെ വൽ മുഅ്ജിസത്തു, ഈ മുഅ്ജിസത്ത് പറഞ്ഞാൽ അമ്രുൻ ഹാരിക്കുൽ ലിൽ ആദത്തി, പതിവിനെ ഹർക്ക് ചെയ്യുന്ന, ആദത്തിനെ പൊളിച്ചു കളയുന്നൊരു കാര്യമാണ്. കുസിത ബിഹി ഇൽഹാറു സിദ്ഖമ്മൻ, ഒരു വ്യക്തിയുടെ സാദിഖാകലിനെ, വെളിവാക്കലിനെ അതോട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനത്തെ ഒരുത്തനാണ്? ഇദ്ദഅ അന്നഹു റസൂലുള്ളാഹി, ആ ആള് അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് വാദിച്ചു. താൻ റസൂലാണ് എന്ന് വാദിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സിദ്ഖിനെ വെളിവാക്കാൻ ഏതൊരു അമ്രുഹാരിക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നോ അങ്ങനത്തെ ഒരു അമ്രുഹാരിക്കിൻ്റെ പേരാണെന്ത്? മുഅ്ജിസത്ത്. ഈ മത്തിൽ തന്നെ താരീഫ് വേറെ വരുന്നുണ്ട് കേട്ടോ. ഇതതിൻ്റെ മുമ്പ് ഷാരിഹ് വരാൻ പോകുന്ന താരീഫ് ഒന്ന് ഇങ്ങോട്ട് എടുത്തുവെച്ചാൽ കേട്ടോ. ഈ മത്തിൽ തന്നെ വരുന്നുണ്ട് മുഅ്ജിസത്ത് എന്താണ്. വഹുവായി ഖബറുർ റസൂൽ, ഈ ഖബറുർ റസൂൽ പറഞ്ഞ സാധനം യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയ, എന്തൊക്കെ മൂപ്പണങ്ങൾ യൂജിബു, അത് ഷാരി തെളിയിക്കണം, അൽ ഇൽമ അത് തെളിയിക്കണം, അൽ ഇസ്തിദ്ലാലിയാക്ക് തെളിയിക്കണം. ആര് തെളിയിക്കണം? നമ്മൾ ഷാരിഹിന് തെളിയിക്കണം. അപ്പം അതേ സ്ഥലത്തിൽ ആദ്യം പറഞ്ഞ ഖബർ ഏതേനു എന്നറിയോ? മുത്തവാത്തിറായ ഖബറേനു. മുത്തവാത്തിറായ ഖബർ കൊണ്ട് കിട്ടുന്നത് ലറൂറത്തുകൊണ്ട് ലറൂരിയ ഇൽമാണ് എന്നാണ് പറഞ്ഞു. ഇതുകൊണ്ട് കിട്ടുന്നത് ലറൂരിയ ഇൽമല്ല കിട്ടുന്നത്, പിന്നെയോ ഇസ്തിദ്ലാലിയ ഇൽമ കിട്ടുന്നത്. ഇസ്തിദ്ലാലിയ ഇൽമിൻ്റെ ഒരു അടുത്ത മത്തന് എന്താ പറയാൻ പോകണറിയോ? വൽ ഇൽമു സാബിത്തു ബിഹി യുലാഹി അൽ ഇൽമു സാബിത ബിൽ ലറൂറത്തീൻ, അത് മൊത്തത്തിൽ വരാൻ പോകുന്നുണ്ട്. ലറൂരിയ ഇൽമിനോട് ചെറിയൊരു യോജിപ്പ് ആർക്കുണ്ട്? ഈ ഇൽമിനിക്ക് ഉണ്ട്, ഈ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് നമുക്ക് വിട്ടൊന്ന് വായിച്ച ഇസ്തിദ്ലാലി പറഞ്ഞാൽ അൽ ഹാസില ബിൽ ഇസ്തിദ്ലാലീൻ,
ഇസ്തിദ്ലാൽ കൊണ്ട് കരസ്ഥമായ ഇൽമ് എന്നാ ഇസ്തിദ്ലാലിയായ ഇൽമ് പറഞ്ഞാൽ. ആ നിസ്ബാൻ്റെ യാ ഉണ്ടല്ലോ, ഇസ്തിദ്ലാലിയ എന്ന യാ, ആ യാവിൻ്റെ മാനാണ് വിവരിച്ചത്. ഇസ്തിദ്ലാൽ കൊണ്ട് കരസ്ഥമായത് എന്നർത്ഥം. ഇനി ഇസ്തിദ്ലാൽ പറഞ്ഞാൽ എന്താ അർത്ഥം? അന്നദിരി ഫിദ്ദലീലി എന്നർത്ഥം. ഇവരിങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ വെച്ച് എന്താ മട്ടം പോലെ ആക്കണത്. അപ്പം ദലീലിൽ നെളറ് ചെയ്യൽ കൊണ്ട് ഹാസിലായ ഇൽമ്. ഇനി ദലീൽ പറഞ്ഞാൽ എന്താ? അങ്ങനെ മൂപ്പര് ആ വഹുവ ദലീൽ പറഞ്ഞാൽ അല്ലതി ഒരു കാര്യമാണ്. യുംകിനു തവസ്സുലു ബി സ്വഹീഹി നദരി ഫീഹി, അക്കാര്യത്തിൽ റെഡിക്ക് ചിന്തിക്കൽ കൊണ്ട് ചേരാൻ സാധിക്കും. ഇലൽ ഇൽമി, അറിയലേക്ക്. എന്തുകൊണ്ട് അറിയലേക്ക്? ബി മത്ലൂബിൻ ഖബരിയിൻ, ഖബരിയായ എന്തോ ഒരു മത്ലൂബിലേക്ക്. ഇൻഷാവും ഖബറും കേട്ടില്ലേ? ഖബരിയായ ഒരു മത്ലൂബ്, ഖബരിയായ ഒരു മത്ലൂബ്, നമുക്ക് തേടപ്പെട്ട ഒരു സംഗതി ഉണ്ട്, മത്ലൂബായ സംഗതി, അത് ഖബരീയമാണ്. അതുകൊണ്ടുള്ള ഇൽമിലേക്ക് ചേരാൻ കഴിയും ഇക്കാര്യത്തിൽ ശരിക്കും ചിന്തിച്ചാൽ. സഹീഹുൻ നദറും ഫാസിദുൻ നദറും ഉണ്ട്. അവിടെ സഹീഹുൻ നദർ കാരണത് ചില ആൾക്കാർ ചിന്തിച്ചപ്പം നേരെ വൈക്കാ പോയത്, പിന്നെ വിലങ്ങനാ പോയത്. ശരിക്കും ചിന്തിച്ചാൽ നേരെ പോവുക. അപ്പോൾ സഹീഹുൻ നദർ നടത്തിയാൽ കിട്ടുമെങ്കിൽ അതിനെ ദലീൽ അറിയാം. വക്കീല ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. ഇത് മന്ദിക്കിങ്ങളെ അഭിപ്രായമാണ്. കൗലും മുഅല്ലഫും മിൻ കളായ, അവൾ ഖിയാസ് അറിയില്ലോല്, അതന്നെയാണിത്. കൗലും മുഅല്ലഫും മിൻ കളായ, കളിയകളാൽ ഉണ്ടാക്കപ്പെട്ട കൗല്. യസ്തൽസിമു ലിദാത്തിഹി കൗലൻ ആഖറ, അത് ലിദാത്തിഹി തന്നെ, ഇപ്പുറത്ത് വേറെ ആൾ പുറത്ത് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. ലിദാത്തിഹി തന്നെ വേറെ കൗലിനെ അത് ലാസിമാക്കും. എന്തേത് പിന്നെ എന്ത് കിട്ടി? പിന്നെ അൽ ഹംറു മുസ്കിറുൻ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. അപ്പോൾ ബിൽ ആത്തിഹി നിർബന്ധമായി അൽ ഹംറു ഹറാമെന്ന്. അത് ആ സോറി കൂടെ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഏത് വന്നു, അതിനെ തീജ ഇങ്ങോട്ട് വരും. അതാണ് എന്നാൽ വേറെ അഭിപ്രായം. തള്ളൊന്നും വേണ്ട. ഫാലിൽ അവലി നമ്മൾ ആദ്യം പറഞ്ഞ ദലീലിന് പറഞ്ഞ നിർവചന പ്രകാരം ദലീല് അല ഉജൂദി സാനി, അള്ള ഉണ്ട് എന്നുള്ളതിനുള്ള ദലീല് ഹുവൽ ആലം, ഈ പ്രപഞ്ചമാണ്. നമ്മൾ ദലീൽ രണ്ട് വായിച്ചു. ആദ്യം പറഞ്ഞ ദലീൽ പ്രകാരം അള്ളൻ്റെ എന്താണ് ദലീല്? പ്രപഞ്ചം തന്നെ കഴിഞ്ഞു. ഇനി വായന സാനി രണ്ടാമത്തെ വീക്ഷണ പ്രകാരം ദലീൽ, രണ്ടാമത്തെ വായന വെച്ച പ്രകാരം എന്താണ് സ്വാനി ഉണ്ടതിന് എന്താ തെളിവ്? കൗലിനല്ലാലും ഹാരിസൻ വകുല്ലു ഹാരിസിൻ ലഹു സ്വാനിയും ഉണ്ടോ. അപ്പം എന്ത് കിട്ടി? ആലമീക്ക് സ്വാനി, അള്ളണ്ട് നിർമ്മാതാവ് ഉണ്ട് എന്ന് കിട്ടി. അങ്ങനെ കിട്ടണം. അപ്പം ചോദിക്കുക പറഞ്ഞ ഒക്കെ കൊടുത്തിട്ട് എത്തുന്നത് രണ്ട് രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇനി ഒരു കാര്യം, മന്ദിക്കിൻ്റെ തലക്കല് ദലീലാണല്ലോ. ദാല് മധുരൂല് ദലീലുമായിട്ട് പഠിച്ചില്ലേ? അപ്പം ദലാലത്ത് പറഞ്ഞ ദലാലത്ത് പഠിച്ചില്ലേ? ആത്മക്ക് പഠിച്ചാണ് ഇവിടെ. അപ്പം അമ്മ ഒരു അദ്ദലീൽ ഹു അല്ലതി എൽസമുൽ മിനൽ ഇൽമി ബിഹി അലൂബി ഷൈഇൻ അഹ്റാന്ന് കണ്ട് പഠിച്ചില്ലേ? അതോ ഏതൊരു വസ്തു കൊണ്ട് അറിയലിനാലും മറ്റൊരു വസ്തു കൊണ്ട് അറിയൽ നിർബന്ധമാവുന്നു, അതിന് ദലീൽ എന്നും. ഒരു വസ്തു കൊണ്ട് അറിയലിനാൽ ഏതൊന്നും അറിയൽ നിർബന്ധമാവുന്നു, അതിന് മധുരൂല് എന്നും. പിന്നെ ഒരു വസ്തു മറ്റൊന്ന് അറിയാൻ നിർബന്ധമായ വിധത്തിൽ ആകലിക ദലാലത്ത് എന്ന് പറയുന്ന കൊണ്ട് ദലീലും മധുരൂലും ദലാലത്ത് കൊണ്ടിട്ട് അങ്ങനെ ദലീല്. ഫൊബിസാനി നമ്മൾ മന്ദിക്കിങ്ങൾ പറഞ്ഞ ഈ രണ്ടാമാനയോട് കൗലും മോലഫ് അതിനോടാണ് ഔഫക്കു യോജിച്ചത്. അപ്പോൾ അമ്മാ കൗലുഹു ആ വിഷയം മാറി. ഇനിയിപ്പോൾ എന്താ പറയുക? യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയാണ്, ഇസ്തിദ്ലാലിൻ്റെ മാന പറിച്ചു. ഇനി യൂജിബു അവരിക്കണത് അമ്മാ കൗലുഹു മൂജിബൻ ലിൽഇൽമി, ഇൽമിനാണ് മൂജിബാക്കും എന്ന് പറഞ്ഞാൽ ആകല് ഫലിൽ ഖത്ഇ, അത് നമുക്ക് ദൃഢമായി ഉറപ്പുണ്ടായതുകൊണ്ടാണ്. എന്ത്? ബി അന്ന മനുഷ്യമായിട്ടും ഒരു വ്യക്തിത്വം അൽഹറല്ലാഹുൽ മുഅ്ജിസത്തലായതിഹി, ആ വ്യക്തിത്വത്തിൻ്റെ കരങ്ങളിലൂടെ അള്ളാഹു മുഅ്ജിസത്തിനെ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിത്വം തസ്ദീഖൻ ലഹു ഫി ദഅവ റിസാലത്തി, താൻ റസൂലാണെന്ന വാദത്തിൽ അദ്ദേഹത്തിനെ വാസ്തവമാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വെളിവാക്കിയ വ്യക്തിത്വം. കാന, ആ വ്യക്തിത്വം ആകുന്നതാണ് സാദിക്കൻ, അയാൾ സത്യം പറയുന്ന ആളായിരിക്കുന്നതാണ്. ഫീമ അതാബിഹി, താൻ കൊണ്ടുവന്ന ഒന്നിലും സാദിക്കായിരിക്കും. മിനൽ അഹ്കാമിയാവുന്നതിന് വിധികളാൽ. ഒരാൾ വന്നുകാണ്ട് പറഞ്ഞു 5 വട്ടം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതും സത്യമാണ് മനസ്സിലാകും. വൈദാക്കാന സാദിക്കൻ, ആ വ്യക്തി സാദിക്കാവുമ്പോൾ ആ അഹ്കാമിൻ്റെ മദ്മൂൻ കൊണ്ടുള്ള ഇൽമും ആകും ഖത്അൻ. ഖത്അൻ നൽകുള്ളതായിരിക്കുന്ന കാനയുടെ ഖബർ അല്ലല്ലോ ഈ ഖത്അൻ തന്നെ. ഖത്അൻ എന്ന് പറഞ്ഞത് അധികാരോ പിന്നെ ഈ ഹാലാണ് ശരിക്കത്. ഖത്അൻ മദ്മൂന് കേട്ടോ. ഇതാക്കാന സാദിക്കൻ യഖഉൽ ഇൽമു ബി മദ്മൂനിഹ, ഖത്ആ നിലയിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ ഹാലാക്കിയാൽ മതി അതിനെ ഖത്ആനെ, അല്ലാതെ എന്താക്കരുത്. കാനൻ്റെ ഖബർ സാദിക്കിൻ്റെ കയ്യിലേ. പിന്നെ
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടി? നിർബന്ധിക്കുമെന്ന് കിട്ടി, ഉറപ്പ് കിട്ടി. കാരണം മുജിസത്തൂടെ അയാൾ പറഞ്ഞ സത്യമെന്ന് മനസ്സിലായി. സത്യം എന്ന് മനസ്സിലായപ്പം അയാൾ കുറഞ്ഞ ഹുക്കുമ് സത്യം എന്ന് മനസ്സിലായി. ഹുക്കുമ് സത്യം എന്ന് മനസ്സിലായപ്പം ആ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന എല്ലാ സംഗതി എന്താണ്? അതും സത്യമെന്ന് മനസ്സിലായി. പിന്നെ എന്നാൽ ഇസ്തിദ്ലാലി ഇറങ്ങാൻ എന്താണ്? അമ്മാനഹു ഇസ്തിദ്ലാലിയും. അത് ഇസ്തിദ്ലാലി ഇറങ്ങാൻ ഫലി തവക്കുഫിയാൽ ഇസ്തിദ്ലാലി ഇസ്തിലാലി നിലക്ക് അവിടെ ഇസ്തിലാലി അറിയാൻ കാരണം ഞാൻ തഫ്സീറാണ്. ഈ വസ്തിഹ്ലാരി പറഞ്ഞത് ഇസ്തിലാലിൻ്റെ തഫ്സീറാട്ടോ. അതായത് വസ്തിഹ്ലാരി അന്നഹു ഖബറുമൻ, അത് അത് നമ്മൾ മനസ്സിൽ ഹാജരാക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം ഒരു വ്യക്തിയുടെ വർത്തമാനമാണ്. സബതത്ത് റിസാലഹുത്തുഹു ബിൽ മുഅ്ജിസാത്തി, മുഅ്ജിസത്ത് കൊണ്ട് ഏതൊരാ റസൂലാണ് സാബിത്തായോ ആ ഒരാളുടെ വർത്തമാനമാണ് എന്ന് ഹാജരാക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? ഇത് ഉറപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇസ്തിലാലിയാണ്. ഇനി ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. കുല്ല ഖബരിൻ, കുല്ല വായിച്ചണ്ടേ? കാരണം തുഫലേക്ക് അസ്ബാബ് എന്ത് വായിക്കണം? അന്ന അങ്ങനെ അങ്ങനെ മറ്റും പിന്നെ വജായിസുൻ റഫൂഖ നിയമമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ കുല്ലട്ട് വായിച്ചാൽ അപ്പോൾ കുല്ല ഖബരിൻ ഹാദാ ഷൈനുഹു, ഏത് വർത്തമാനവും എങ്ങനത്തെ എല്ലാ വർത്തമാനം ഹാദാ ഷൈനുഹു, ആ വർത്തമാനൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്, അങ്ങനെ എല്ലാ വർത്തമാനവും ഹുവ സാദിഖുൻ, അപ്പോൾ അത് സാദിഖാണ്. ഇപ്പോൾ മദ്മൂനുഹു വാഖിഉൻ, അപ്പോൾ അത് ഉൾക്കൊണ്ട വിഷയങ്ങളും സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ ആൾ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകാനുള്ളതാണ്. നിനക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് തന്നെയാണ്. വല്ലിൽ മുസാബിത്തു ബിഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഇൽമു സാബിത്തു ബിഹി ഐ ബി ഖബറി റസൂൽ, ഈ ഖബർ റസൂലോട് സാബിത്തായ ആ ഇൽമ് യുലാഹി ഐ യുഷാബിഹു, അത് തുല്യമാവും അൽ ഇൽമു സാബിത്ത ബിൽ ലറൂറത്തീൻ, ലറൂറോട് സാബിത്തായ ഇൽമിനോട് സാദൃശ്യമുണ്ട്. മഹ്സൂസാത്ത് പോലെ, ബദിഹിയാത്ത് പോലെ, മുതവാത്തിറാത്ത് പോലെ, അതൊക്കെ ഇപ്പോൾ ലറൂറിയ ഇൽമാണല്ലോ. അങ്ങനെയുള്ള ഇൽമിനോട് സാദൃശ്യമുണ്ട് മുത്തനബിൻ്റെ വായിൽ നിന്ന് കിട്ടിയ ഇൽമും. ഏത് വിഷയത്തിൽ മുഷാബാത്തുണ്ട്? ഫി തയക്കുനി വസ്സബാത്തീൻ ഐ ഫി അദ്മി ഇഹ്തിമാലി നഖലി, വിപരീതത്തിൻ്റെ സാധ്യത പോലും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ സിഫത്ത് ഇങ്ങനെയൊക്കെയാണ്, മലായിക്കത്തിൻ്റെ സിഫത്ത് ഇങ്ങനെയൊക്കെയാണ്, അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം ഇങ്ങനെയൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ന് നമുക്ക് ഉറപ്പിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ കിട്ടിയതിൻ്റെ കാര്യത്തിൽ വിപരീതത്തിൻ്റെ സാധ്യത പോലും ഇല്ല. വസ്സബാത്തി, ഞാൻ നീങ്ങിപ്പോകാനും സാധ്യത ഉറച്ചു. അതിന് ഇഹ്തിമാലി സവാലി, ആ ഉറപ്പ് ഞാൻ അവിടെ ഈ നീങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. ബി തഷ്കീക്കിൽ മുഷക്കിക്ക്, ഷക്കിലാക്കുന്നവൻ്റെ ഷക്കിലാക്കൽ കൊണ്ട്. ഒരാൾ വിശ്വാസം ഉണ്ടാക്കിയാൽ എന്താവും? ഒന്നുമില്ല, അതവിടെ നാട് പോകില്ല. ഇതിൻ്റെ വിപരീതം കൽബുകൾ പേര് വരില്ല. അപ്പം തയക്കുനും ഉണ്ട്, സബാത്തും ഉണ്ട്. ഈ രണ്ട് വിഷയത്തിലും ഇപ്പം നമ്മളുടെ വയറ്റിലൊക്കെ നോക്കി രണ്ട് വരലാന്ന് കണ്ടോണ്ട് കണ്ട് മനസ്സിലായി. ഇപ്പം ഇത് രണ്ട് വരലാണ്. ഇതിന് ഒരാൾ പറയുന്നത് മൂന്നാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം അത് ഏതി പെട്ടതാണ്? മഹ്സൂസാത്താണ്. ഇപ്പം പകലാണ്, അത് ബദീഹിയാണ്. അത് ബദീഹിയാണ്. എന്നാലും മുത്തവാത്തിറാണ്. ഏത്? മക്ക മൗജൂദാണ്. അയാതി ലറൂറത്തിൻ്റെ അതിനോട് സാദൃശ്യമുണ്ട് തയക്കുന സബാത്തിൻ്റെ വിഷയത്തിൽ മുത്തനബിൻ്റെ വായിൽ നീട്ടിയിരുന്നു. പിന്നെ ഫഹുവ ഇൽമുൻ, അപ്പം ഈ ഖബർ റസൂലോട് കിട്ടിയ ഇൽമുൻ അതിൽ ഇൽമാണ്. ബി മാനൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ ജാസിമി സാബിത്തി, സാബിത്തായ ദൃഢമായ വാക്കിനോട് ഒത്തതായ ഇഅ്തിഖാദ് ആണ് എന്ന ഇഅ്തിഖാദ് എന്ന മാനാക്കുള്ള ഇൽമാണ് അത്. പിന്നെ വ ഇല്ല, ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ലക്കാന, അതാവും ജഹിലൻ. ഓരോന്നോരോന്ന് കാട്ടോ. മുതാബക്കല്ല ഞാൻ പിന്നെ ജഹിലാണ് ഈ കാരം. ഔ ലന്നൻ, യക്കിയില്ലെങ്കിൽ എന്ത് പിന്നെ ഈ കാരം? അത് ലന്ന ഈ കാരം. പിന്നെ ജിസ്മില്ലെങ്കിൽ പിന്നെ അധികാരം ലന്നല്ല ഈ കാരം. ഔ തഖ്ലീദൻ, അതല്ലെങ്കിൽ എന്തേലും പിന്നെ സബാത്തില്ല. ഞാൻ ഓരോന്നോരോന്ന് കാണാം. സബാത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ കാരം? അതിൽ ഒരു തഖ്ലീദാണ് ഈ കാരം. അങ്ങനെ പറയണ്ട, അങ്ങനെയാണ് നിൽക്കും അല്ലേ? ഫൈൻ കീലാനി, ചോദിക്കപ്പെട്ടാൽ ഹാദ ഇന്നമായുക്കൂനു ഫിൽ മുതവാത്തിരി ഫഖത്ത്, ഹാദ ഇത്, ഏത് നിങ്ങൾ ഈ പറഞ്ഞ ബി മാനൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ ജാസിമി സാബിത്തി എന്നായുള്ള മാനാക്കുള്ള മാനയാണ് മുത്തനബിൻ്റെ വായിൽ കിട്ടിയ ഇൽമു പറഞ്ഞല്ലോ. അത്
ഫിൽ മുത്തവാത്തിരി ഫക്കത്ത്, മുത്തവാത്തിരിലല്ലേ ഉള്ളൂ. മുത്തുനബി അങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് തവാത്തർ നിലയ്ക്ക് നമുക്ക് കിട്ടിയെങ്കിലല്ലേ കിട്ടുള്ളൂ. ഫിർജു അപ്പോൾ അത് മടങ്ങുമല്ലോ, അതിൽ കിസ്മില്ലവർ ഒന്നാം കിസ്മിക്ക് അടങ്ങൂലേ. പോയി പോയി മുത്തവാ ലറൂറത്ത് മഹസൂസാത്ത് ബദീഹിയാത്ത് മുത്തവാത്തിറാത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകാണ്ട് ആ ലറൂറത്തിൻ്റെ സ്ഥാനത്ത് തന്നെ അവിടുത്തെ ഇത് എത്തും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ നിൽക്കണോ? റസൂലുള്ളാൻ്റെ വക്കലിൽ നിന്ന് റസൂലുള്ള അങ്ങനെ പറയുന്നുണ്ടെന്ന് തവാത്തർ നിലയ്ക്ക് കിട്ടിയെങ്കിലല്ലേ നമുക്ക് ഉറപ്പ് കിട്ടുള്ളൂ. അപ്പം പിന്നെ പിന്നെ മുത്തവാത്തിർ തന്നെ ആയില്ലേ എന്നാണ് ചോദിക്കണത്. അതിന് മറുപടി കൊല്ല, അതിന് മറുപടി കൊല്ല. നമ്മളെ ചർച്ച എങ്കിൽ പറഞ്ഞതല്ല മൂലിയാർ, ഫീമ ഒന്നിലാണ് എലിമാന്നഹു ഖബറുർ റസൂൽ, റസൂലിന് അങ്ങനെ പറഞ്ഞത് എന്ന് ഉറപ്പുള്ളതിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനോട് ഒരു കാര്യം പറഞ്ഞു. ആ സഹാബിക്ക് ഇപ്പോൾ മുത്തവാത്തിനെ കിട്ടിയാലല്ലോ, ഒരാളല്ലോ കണ്ടുള്ളൂ, അയാൾക്കും കിട്ടി, ഉറപ്പിട്ടില്ലേ. അപ്പം ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അതല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്ന് ഉറപ്പ് കിട്ടിയതിൽ എന്ത് കിട്ടും? ഈ ആദ്യം ഉറപ്പിട്ടുന്ന വരണത്. അന്നല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ വായിച്ച് ചെവി വരെ പിന്നെ കളവിൻ്റെ വേഗം മുഹാനാവുന്ന ആളുകൾ കിട്ടണം എന്നല്ല കേട്ട്. ബി അന്ന തന്നെ ബി അന്ന ഹു സുമിയ മി ഫിഹി എന്നാണ്. ഹൂണ്ടാണ്, ഹൂണ്ടോ? ബി അൻ സുമിയ ബി അൻ സമിയ ഓൻ കേൾക്കൽ കൊണ്ട്, മീൻ ഫീഹി മുത്തനബിയുടെ ഷറഫായ വായിൽ നിന്ന് കേൾക്കൽ കൊണ്ട്, ഔ തവാത്തറ അൻഹു ദാലിക അല്ലെങ്കിൽ നബിത്തം കൊണ്ട് തവാത്തറായിട്ട് കിട്ടൽ കൊണ്ട്, ഔ ബിരി ദാലിക അല്ലെങ്കിൽ വേറെ രീതിയിൽ. ഒരാൾ മുത്തനബി എൻ്റെ സ്വഹാബി നേരിട്ട് എഴുതിയ കൈപ്പടൻ്റെ ലിസ്റ്റ് നേരിട്ട് കിട്ടി, അതല്ലെങ്കിൽ മുത്തനബി തവാത്തറായിട്ട് കിട്ടി, അല്ലെങ്കിൽ മുത്തനബിൻ്റെ വായിൽ നേരിട്ട് കേട്ടു, അതിലൊക്കെ ഉറപ്പിട്ടല്ലോ. അപ്പോൾ ഉറപ്പ് കിട്ടിയാൽ മുത്തനബിൻ്റെ വായിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായത് ഉറപ്പായി. പിന്നെ ഈ നമുക്കന അങ്ങനെയൊക്കെ സാധ്യതയുണ്ടെങ്കിൽ മുത്തനബിൻ്റെ വായിൽ നിന്ന് ഇന്നത്തെ കാലത്തൊരാൾക്ക് അങ്ങനെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അമ്മ ഹബറുൽ വാഹിദി. അപ്പോൾ ഹബർ വാഹിദാവുന്നത്, ഹബർ വാഹിദ് പറഞ്ഞാൽ മുത്തനബിയിൽ നിന്ന് ഒരു ഹദീസ് ഇങ്ങനെ പോരുമ്പോൾ വൈക്കലൊക്കെ എന്തുണ്ട്, ഇടക്കിടക്ക് ഒരാളേ ഉള്ളൂ, തോനാളില്ല, അങ്ങനെ കിട്ടുന്ന ഹദീസാണ് തോത്ര ഹദീസ്, ഹബർ വാഹിദ് അറിയാം. ഫൈന്നമാലം യുഫിദിൽ ഇൽമ, അത് ഉറപ്പിനെ വായി തോപ്പിച്ചില്ല. എന്തിനു വേണ്ടി? ലിറൂദി ശുബ്ഹ, അത് ശുബ്ഹ ആയിരുന്ന അതിന് വേണ്ടി. ഫി കൗനിഹി ഹബറ റസൂലി, അത് റസൂലിൻ്റെ ഖബറിനെ ആണോ എന്നുള്ളതിൽ ആ ശുബ്ഹയുള്ളത്. റസൂലിൻ്റെ വായിൽ വന്നിട്ട് ഉറപ്പായി കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തില്ല, എന്തില്ല അവിടെ ഈ ലന്നല്ലുള്ള യഖീനാണുള്ളത്. ഇത് റസൂലുള്ളാൻ്റെ വായിൽ നിന്ന് വന്നിടണോ എന്നുള്ള കാര്യത്തിലാണ് പിന്നെ എന്തില്ല അവിടെ നമുക്കിത് തന്നെ ഉള്ളൂ പറഞ്ഞത്. അതാ ഖബർ വാഹിദ് മധുരമനായത്. പിന്നെ ഭയങ്കര ചോദിക്കപ്പെട്ടാൽ നീണ്ട ചോദ്യമായിട്ട് അതിന് മറുപടി ഒരുപാട് നീണ്ടു പോകും. ഈ ചോദ്യം ചോദിക്കപ്പെട്ടാൽ ഫൈദാക്കാന, അപ്പം ഒരു സംഗതി ആയാൽ, മുത്തവാത്തിറായാൽ, ഔ മസ്മുഅൻ മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഫാക്കോട്ട വായിൽ നിന്ന് നേരിട്ട് കേൾക്കപ്പെട്ടതായാൽ, കാനല്ലിൽ മുൽ ഹാസിലു ബിഹി ലറൂരിയൻ, എന്നാ പിന്നെ അതുകൊണ്ട് ഹാസിലായ ഇൽമു ലറൂരി അല്ലേ. ഈ കാരണം മുത്തനബിയിൽ നിന്ന് തവാത്തർ നടക്കണ കിട്ടി, അല്ലെങ്കിൽ മുത്തനബി ഏറ്റവും കേട്ടു, അവനാൻ്റെ ചവിട്ടിക്ക് ശരിക്കട് കേട്ടു, എന്നാ പിന്നെ ലറൂരി തന്നെ ആവൂലേ. കമാവ് നോക്കുമ്പോൾ സായിരി മുത്തവാത്തിറാത്തിൽ ഇസിയാത്തി, എല്ലാ മുത്തവാത്തിറാത്തും ഇസിയാത്തും ഒക്കെ അങ്ങനെ നമ്മളെ വിരിവാരം നമ്മളെ പറയലെന്താണ് ലറൂരി എന്നല്ല. അപ്പോൾ ഇതിനെ ലറൂരി എന്ന് പറഞ്ഞാൽ പോരെ, അല്ല ഇസ്തിലാലിയൻ. ഇതിന് ഇസ്തിലാലി ചെയ്യേണ്ട ആവശ്യമാണ് കൊല്ല. അതിനോരറിയാം. അതിനെ നിങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ചോദിച്ചത്. അല്ലിൽമുൽ ലറൂരിയു ഫിൽ മുത്തവാത്തിരി അനിർ റസൂലി, റസൂലുള്ളാഹിനെ തൊട്ട് മുത്തവാത്തിറായി കിട്ടിയതിലുള്ള ലറൂരിയായ ഇൽമ് ഹുവ അല്ലിൽ മുബി കൗനിഹി ഖബറ റസൂൽ, അത് റസൂലുള്ളാഹിൻ്റെ ഖബറാണ് എന്നുകൊണ്ടുള്ള ഇൽമ ലറൂരി. മുത്തനബി കാര്യം പറഞ്ഞു, അതിപ്പോൾ എന്ത് ചെയ്തു അറിയോ? തവാത്തർ നിൽക്കിങ്ങനെ ഈ ലോകം അവസാനിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് തവാത്തർ നമുക്കൊരു കിട്ടി. അപ്പോൾ തവാത്തർ നിനക്ക് കിട്ടിയപ്പോൾ എന്താണ്? റസൂൽ അങ്ങനെ പറഞ്ഞിട്ട് എന്നുള്ള ഇൽമ കിട്ടി, അതല്ലാതെ അതിൻ്റെ മദ്മൂനല്ല അന്ത്യം അവസാനിക്കുന്നതാണ് എന്നല്ല, അതല്ല ലറൂറത്ത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്ന് അങ്ങനെ ചാടിയിട്ടുണ്ട് എന്നുള്ള ഇൽമുണ്ടല്ലോ, അതിങ്ങനെ തവാത്തർ കിട്ടിയേക്കാണ്. ലിഅന്ന ഹാദൽ മഅനല്ലദീ ഹുവല്ലദീ തവാത്തറത്തിൽ അഖ്ബാറു ബിഹി, ഖബർ എന്തുകൊണ്ട് തവാത്തറായോ ആ ആശയം, വഫിൽ മസ്മൂഇ മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വായിൽ നിന്ന് കേൾക്കപ്പെട്ടതിലും
ഉം. പിന്നെ ഹുവ ഇദ്റാഖുൽ അൽഫാദി, അതല്ല ലഫ്ള് ഇദ്റാഖ് ചെയ്യലാണ്. ശരി. പിന്നെ ലി അന്ന ഹാദൽ മാന, നിശ്ചയമായിട്ടും ഈ മാനയാവുന്നത് ഹുവ അത് അല്ലതി യാതൊന്നാണ് തവാത്തർ ബിയിൽ അഖ്ബാർ ബി എന്നുകൊണ്ട് ഖബറുകൾ മുത്തവാത്തറായിരിക്കുന്നു. വഫിൽ മസ്മൂഇ മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് കേൾക്കപ്പെട്ടതിൽ ഹുവ അത് ഇദ്റാഖുൽ അൽഫാദി ലഫ്ള് ഇദ്റാഖ് ചെയ്യലുമാണ്. വ കൗനുഹ കലാമ റസൂലില്ല, അത് റസൂലുള്ളാഹിന്റെ കലാമാകലും ആണ്. വൽ ഇസ്തിദ്ലാലിയോ, ഇസ്തിദ്ലാലിയോ അത് വൽ ഇൽമു ബി മദ്മൂനിഹി, മുത്തിന്റെ വായിൽ നിന്ന് വന്നതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സംഗതി ഇല്ലേ, അതാണ് ഇവിടുത്തെ ഇസ്തിലാലിയീൻ. ഇപ്പം രണ്ട് ഇൽമുണ്ട് ഇവിടെ. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തവാത്തുർ, പറഞ്ഞതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആശയല്ലേ, അതും ഇസ്തിലാലിയും. എങ്ങനെ ഇസ്തിലാലിയ്? മുജിസത്ത് കൊണ്ട് ഒരാൾ പിന്നെ സത്യം പറയുന്ന ആളെ മനസ്സിലായപ്പം മഴ വരുന്നതൊക്കെ സത്യമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനത്തെ ഒരാളുമായി ഇതിങ്ങനെ വാശം വന്നിട്ടുണ്ട്. ആ സൂറിയും കൂപ്പറും കൂടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ വിഷയം ശരിയാണെന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ ഇസ്ലാം പിടിച്ച അങ്ങനെയല്ലേ. പിന്നെ നബി മദ്മുനിഹി വ സുബൂത്തു മദ്ലൂലിഹി, അത് മദ്ലൂൽ സാബിത്താകലുമാണ്. മസലൻ ഉദാഹരണം പറയാം. കൗലുഹു റസൂലുള്ള പറയലാവുന്നത് അൽ ബയ്യനത്തു അലൽ മുദ്ദഈ വൽ യമീനു അലാ മൻ അൻകറ. സാക്ഷി കൊണ്ടുവരേണ്ടത് വാദിയാണ്, സത്യമാകുന്നത് അലാമൻ അൻകറ ആ വാദത്തെ എതിർക്കുന്നവൻ്റെ മേലുമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. ഇനി ഇവിടെ അത് ഒലിമ ബി തവാത്തുരി, തവാത്തുറോട് അറിയപ്പെട്ടു അന്നഹു ഖബറ റസൂൽ, ഇങ്ങനെ മുത്തനബിയുടെ വായിൽ നിന്നൊരു വർത്തമാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തവാത്തുറോട് കിട്ടി. വഹുവ ലറൂരി, അത് ലറൂരി തന്നെയാണ്. സുമ്മ ഒലിമ മിൻഹു, പിന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് അറിയപ്പെട്ടു എന്ത് അന്നഹു യജിബു തകൂന ബയ്യിനത്തു അലൽ മുദ്ദഈ, മുദ്ദഈന്റെ മേലാണ് സാക്ഷി കൊണ്ടുവരേണ്ട ബാധ്യത ഉള്ളത് എന്നും മനസ്സിലായി. ഓ ഇസ്തിലാലി, അത് ഇസ്തിലാലിയുമാണ്. ഇനിയും ചോദ്യം മറുപടി തന്നെ അടക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈൻ ഖീല, ഇനി ചോദിക്കപ്പെട്ടാൽ അൽ ഖബറു സാദിഖു, ഈ ഖബറു സാദിഖാവുന്നത് അൽ മുഫീദു ലിൽ ഇൽമി, നമുക്ക് ഇൽമിനെ ഫലം ചെയ്യിപ്പിച്ചു തരുന്ന ഖബറു സാദിഖ് ലാ യൻഹസിറു ഫിൻ നൗഐനി, രണ്ടിലും മുൻഹസിർ അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞു ഇപ്പം എന്താണ്? ആകെ രണ്ടെണ്ണമാണ്. ഏത്? ഒന്ന് മുത്തവാത്തിറായ ഖബറും മറ്റൊന്ന് ഖബറുർ റസൂൽ. ഇത് രണ്ടെണ്ണം മാത്രമാണോ? ഖുർആനിൽ പറഞ്ഞാലും ഉണ്ടാവില്ല അപ്പം അങ്ങനെ. ബൽ ഖദ് യകൂനു ഖബറല്ലാഹ്, ചിലപ്പോൾ അള്ളാഹ് നടത്താനാവൂലേ. ഔ ഖബറൽ മലക്കി, ചിലപ്പോൾ മലക്ക് എന്ന് പറഞ്ഞൂടെ. ഔ ഖബർ അഹ്ലിൽ ഇജ്മാഇ, ഇജ്മാഇൻ്റെ അഹ്ലുകാർ പറഞ്ഞാലും ഉണ്ടാവൂലേ. ഔ ഖബറുൽ മഖറൂന ബിമാ, ഒന്നിനോട് അന്വയിക്കപ്പെട്ട വർത്തമാനം ആകാമല്ലോ. എന്നിങ്ങനെന്നാണ് യർഫഉ ഇഹ്തിമാലൽ കിദ്ബി, കളവ് പറയലിൻ്റെ സാധ്യത ഉയർത്തിക്കളയുന്ന എന്തെങ്കിലും സംഗതി ഉന്നയിക്കപ്പെട്ടതായ വർത്തമാനം, ഇതൊക്കെ ആകാമല്ലോ. ഞാൻ രാഷ്ട്രത്തിന് ഉദാഹരണം പറഞ്ഞുതരാം. കൽ ഖബരി ബി ഉദൂമി സെയ്ദീൻ, ഒരാൾ നിന്ന് സെയ്ദ് വന്നിട്ട് പറഞ്ഞു. ഏതോടുകൂടെ ഇന്ത തസാറു കൗമിഹി ഇലാ ദാരി, ജനങ്ങളൊക്കെ അവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ധൃതി കാട്ടി ഒഴുകുന്നതോടുകൂടെ. ഒരാൾ പറഞ്ഞാൽ നമുക്ക് നമ്പാൻ പറ്റൂല. പക്ഷെ ആ ഒരാൾ പറഞ്ഞെന്താ സെയ്ദ് വന്നിട്ട്, ഓ ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നിട്ട്, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ചാടി ഇന്നലെ ഇവിടെ വന്നിട്ട് കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ ബൈക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നാനാഭാഗത്ത് വരുന്നുമുണ്ട്. അപ്പോൾ ഈ അടയാളം കാണുമ്പോൾ മറ്റേ ആൾ പറഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഉറപ്പ് കിട്ടുമല്ലോ. കുൽന, അതിന് ഞങ്ങൾ മറുപടി എന്താ പറയുന്നത്? അൽ മുറാദു ബിൽ ഖബരി, ഇവിടെ ഞങ്ങൾ ഖബർ എന്ന് പറഞ്ഞിട്ടുള്ള മുറാദ്, വർത്തമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖബറുൻ, ഒരു വർത്തമാനമാണ്. യകൂനു, ആ ഖബറാകും സബബൽ ഇൽമി ലി ആമ്മത്തിൽ ഖൽഖി, ആമ്മത്തുൽ ഖൽഖിന് ഇൽമിട്ട സബബാണ് ഞങ്ങൾ പറയുന്നത്. ബി മുജറദി കൗനിഹി ഖബറൻ, അത് ഖബറാണ് എന്നുകൊണ്ട് മാത്രം, ഖബറായി എന്നുകൊണ്ട് മാത്രം ആമത്തുൽ ഖൽഖിന് ഇൽമിട്ട സബബാണ് ഞങ്ങൾ പറയുന്നത്. ഏത് നമുക്ക് നോക്കാതെ മുജറദിനെ മാനാണ് വെക്കുന്നത്. മാ കത്തൈൻ നദരി അനിൽ കറായിനി, കാര്യത്തിനെ തൊട്ടുള്ള നദറൊക്കെ മുറിച്ചു പോകുന്നുണ്ട്. വരക്കാരൊക്കെ കൊണ്ട് വണ്ടി വരുന്നുണ്ട്, മറ്റോലെ നാനാഭാഗത്തേക്ക് ഓടി നടക്കുന്നുണ്ട്. അതൊക്കെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ അതല്ല. ഈ ഖബറായി എന്നതിനാൽ തന്നെ അങ്ങോട്ട് കിട്ടുന്ന ഉറപ്പാണ് നമ്മൾ പറയുന്നത്. അതിക്ക് വേർന്ന് കൂടുന്ന വർത്താനം ഞങ്ങൾക്ക് ചർച്ചല്ല. അൽ മുഫീദത്തിൽ യക്കീനി, ആ ഇതാണല്ലോ യക്കീനുണ്ടാക്കി തരുന്നത്. യക്കീനുണ്ടാക്കി തരുന്നത് ഏതാണ്? ആ അടയാളങ്ങളാണ്, അല്ലെങ്കിൽ ആ അപ്പുറത്തെ ലക്ഷണങ്ങളാണ്. അതല്ല നമുക്ക് വിഷയം.
ബി ദലാലത്തിൽ അഖിലി അൽ മുഫീദത്തിൽ അഖിലി ബി ദലാലത്തിൽ അഖിലി. അത് എവിടുന്ന് കിട്ടിയത്? അത് അഖിൽ തന്നെയാണ് ദലാലത്ത്. അഖിലിൻ്റെ ദലാലത്തോട് കിട്ടി ഞങ്ങൾക്ക്. എന്ത്? ഇതാണ് ഞങ്ങൾ ഉദ്ദേശം. ഉദാഹരണം ഇനി ഓരോന്ന് വിവരിച്ചു തരാം. ഇപ്പോൾ ഖബറുല്ലാഹി നിങ്ങൾ ആദ്യം പറഞ്ഞത് അള്ളാഹാ പറല്ലേ. ഔ ഖബറൽ ഖബറുൽ മലിക്കി അല്ലെ മലക്കിൻ്റെ ഖബറൊക്കെ അല്ലേ. അതൊക്കെ ഇന്നമായക്കുനു ഫീദല്ലിൽ ഇൽമി. അതൊക്കെ ഇൽമിനെ വായിപ്പിക്കുന്നത് ആലിബിൻ നിസ്ബത്തിയിലെ ആമത്തിൽ ഹൽക്കി. ആമത്തിൽ ഹൽക്കിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഫായിദപ്പിക്കുന്ന ആലെപ്പോഴാണെന്ന് അറിയാം. ഇതാ വസലഹിം ജഹത്തി റസൂൽ. റസൂലിൻ്റെ ഭാഗത്തുകൂടെ അവരിലേക്ക് ചേരുമ്പോൾ മാത്രമാണ്. റസൂലുള്ള പറഞ്ഞാണ് അള്ള ഇങ്ങനെ പറഞ്ഞു പറയുമ്പോഴല്ലേ. അള്ള പറഞ്ഞാൽ നമ്മൾ പറയില്ലല്ലോ. മലക്ക് നമ്മളൊന്ന് പറഞ്ഞാലും മലക്ക് അള്ളാഹു പിന്നെ റസൂലിൽ നമ്മൾ പറയാണ്. എന്ത്? ഇന്നാലെ മലക്ക് ഇങ്ങനെ പറയും, ജിബ്രീലിൻ്റെ അടുത്തൊന്ന് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു. ആര് പറയണം? അതുള്ളൂ. ഇപ്പോൾ ഹുക്കുമുഹു. അപ്പോൾ അള്ളും മലക്കും പറഞ്ഞതിൻ്റെ ഹുക്കുമൊക്കെ ഹുക്കുമു ഖബരി റസൂൽ. അതൊക്കെ ഇതിൽ വീടും ഖബർ റസൂലിൻ്റെ വ്യാപ്തി പെട്ടതാണൊക്കെ. എന്നാൽ പിന്നെ ഇജ്മാഇൻ്റെ അഹ്ലുകാർ പറഞ്ഞതോ അതാവുന്നത് ഫി ഹുക്മിൽ മുത്തവാത്തിരി. അത് നേരത്തെ നമ്മൾ പറഞ്ഞ മുത്തവാത്തിറില്ലേ, അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നത്. ഇഞ്ഞമാണെങ്കിൽ ഇങ്ങനെ ജവാബ് പറയട്ടോ. മുത്തവാത്തിറിനെ പറ്റി ഇങ്ങനെ നിജമായിട്ടും ഈ ഇജ്മാഇൻ്റെ അഹ്ലുകാർ വർത്തമാനം ഫലം ചെയ്യിപ്പിക്കൂല. ബി മുജറദിഹി, അത് മാത്രം കൂടിയ ഫലം ചെയ്യിപ്പിക്കൂല. ബിൻ നദരി ഫിൽ അദില്ലത്തി അലാ കൗനിൽ ഇജ്മായി ഹുജ്ജ. ഇജ്മാ ഹുജ്ജത്താണ് എന്നതിന് മേലുള്ള ദലീലിൽ ചിന്തിച്ചിട്ട് ഏത് കിട്ടുള്ളൂ? അത് കിട്ടുള്ളൂ. വെറും ഏതുകൊണ്ട് കിട്ടൂല? ഇജ്മാ കൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടൂല? ഇൽമ് കിട്ടൂല. ഇജ്മാ ഹുജ്ജത്താണ് തെളിയിക്കാൻ വേറെ ഏത് കൊണ്ടുവരണം? പ്രമാണം വേറെ കൊണ്ടുവരണം. അങ്ങനെയാണ് ഈ പറഞ്ഞ് നോക്കാം. കദീജാബ് കേട്ടോ. വക്കദാലി ഖബർ റസൂലി, ഇതേ പറയാൻ തന്നെ ഖബർ റസൂലും വലിഹാദ, അതുകൊണ്ടാണ് ജുഇല ഖബർ റസൂലിനാക്കപ്പെട്ടത് ഇസ്തിദ്ലാലിയൻ. എന്താക്കപ്പെട്ടത്? ഇസ്തിദ്ലാലിയാക്കപ്പെട്ടത്. അപ്പോഴാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്തിദ്ലാലി അതായിരിക്കുന്ന ഇൽമിൻ്റെ കൂടുതൽ പെടാന്ന് പറയുന്ന കാരണം തന്നെ ഇത് ഹുജ്ജത്താണ് തെളിയിക്കാൻ വേറെ ദലീൽ കൊണ്ടുവരണമാണ്. ഇനി മൂന്നാം സംഗതി മറ്റൊന്നാണ് ഇത് ആക്കല്. ആക്കൽ പ്രത്യേകം എടുത്ത് പറയാണ്. ബഹുവ സബുലിൽമി. അതെന്താ പ്രത്യേകം എടുത്ത് പറഞ്ഞതൊക്കെ ഇൻഷാ അല്ലാഹ് മൂപ്പര് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മൽ അഖ്ലു, അതല്ലോ അതാണ് വഹുവ ഖുവ്വത്തുൽ ലിന്നഫ്സി. അത് നമ്മുടെ മനസ്സിനിക്കുള്ള ഒരു ഖുവ്വത്താണ്. ബിഹ, ആ ഖുവ്വത്ത് കൊണ്ട് മാത്രമാണ് തസ്തഇദ്ദു, ആ നഫ്സ് തയ്യാറാവുന്നത്, ലിൽ ഉലൂമി വൽ ഇദ്റാകാത്ത്, വിജ്ഞാനങ്ങൾക്കും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും തയ്യാറാവുന്നത് നഫ്സിൽ ആ ഖുവ്വത്ത് ഉണ്ടാകുമ്പോഴാണ്. എല്ലാവർക്കും ആ ഖുവ്വത്ത് പടച്ചിട്ടില്ല. മനുഷ്യ വിഭാഗത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുവ്വത്ത് പടച്ചത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും പടച്ചിട്ടില്ല. പലർക്കും പല രൂപത്തിലാണ് പടച്ചത്. ചിലർക്കൊന്നും മനസ്സിലാവില്ല. ബിരാന്തന്മാരാണ് ഈ കാര്യം. ആ വഹുവൽ മഅനിയു, ഈ ഖുവ്വത്ത് തന്നെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്, ഈ അഖ്ൽ തന്നെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ബി കൗലിഹിം, അവരുടെ കൗല് കൊണ്ട്. വരീസത്തുൻ യത്ബഉഹാ അൽ ഇൽമു ബി ലറൂരിയാത്തി എന്ത സലാമത്തില്ലാലാത്ത് ചില നിർവചിച്ചിരിക്കണം. അഖ്ൽ എന്നാൽ എന്ത് ചില നിർവചിച്ചാൽ അങ്ങനെയാണ്. എങ്ങനെ? അത് ഒരു പ്രകൃതമാണ്, അതിനോട് തുടർന്ന് വരും. അതല്ലെങ്കിൽ ഒരു ഉറച്ച സംഗതിയാണ്, അതിനോട് തുടർന്ന് വരും. ലറൂരിയാത്ത് കൊണ്ടുള്ള ഇൽമ്, ആലത്തുകളൊക്കെ സലീമാവുമ്പോൾ, ഇവർ ടൂൾസുകളൊക്കെ വളരെ ക്ലിയറാണ് എങ്കിൽ ആ ഇൽമ് ലറൂത്തോണ്ടുള്ള ഇൽമ അങ്ങോട്ട് കിട്ടും. അങ്ങനത്തെ ഒരു തരം ഗരീസത്ത് എന്ന് പറഞ്ഞതും നമ്മൾ നേരത്തെ ഖുവ്വത്തുൽ നഫ്സി അറിയില്ലേ, അതൊക്കെ ഒന്ന് തന്നെയാണ്. ലഫ്ള് മാറ്റേണ്ടത് എന്നുള്ളൂ. ഒരു ഉദ്ദേശം തന്നെയാണ്, ഇവരുടെ ഉദ്ദേശം അതും തന്നെയാണ്. വക്കീല. ഇനി മൂന്നാമതൊരു അഭിപ്രായം, ജൗഹറുൻ, അർള് ജൗഹർ എന്ന ജൗഹറാണത്. ജൗഹറിന് മൊത്തത്തിൽ തന്നെ വരുന്നുണ്ട്, അർളും ജൗഹറും ഒക്കെ. വക്കീല ജൗഹറുൻ, ഒരഭിപ്രായത്തെ അഖിൽ എന്ന് പറഞ്ഞാൽ ഒരു ജൗഹറാണ്. അർള് ജൗഹർ പെട്ടതായിരിക്കുന്ന ആ ജൗഹർ. യുദ്റഖു ബിഹിൽ ഗായിബാത്തു, അതുകൊണ്ട് ഗായിബായ കാര്യങ്ങളെ എത്തിക്കപ്പെടും. ബിൽ വസായിത്തി, ദലീലുകൾ മുഖേന, ദലീലുകൾ ഉൾപ്പെടെ. മാൻ്റെ മാനാക്കാതിഭാവിനട്ടോ. വൽ മഹ്സൂസാത്തു, പഞ്ചേന്ദ്രിയം കൊണ്ട് എത്തിക്കപ്പെടുന്ന മഹ്സൂസാത്ത് ഉണ്ടല്ലോ, അതിനെ ഇദ്റാക്ക് ചെയ്യപ്പെടും. ബിൽ മുഷാഹദത്തി, മുഷാഹദത്തോടു കൂടെ. അപ്പോൾ മുഷാഹദത്തോടു കൂടെ മഹ്സൂസാത്തിനെയും ദലായിലുകളോടുകൂടെ വായുവാത്തിനെയും ഇദ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ജൗഹർ എന്ന് ചിലർ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. എത്തുമ്പോൾ ഒത്തുരിക്കണിക്കാരല്ലാരും. ഏതായാലും ശരി,
ആക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലായിന് എന്തോ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലായിക്കണേ. നിർവചിക്കേണ്ട എങ്ങനെയാണ് വലിയ പ്രശ്നമുള്ളൂ. ഇപ്പോൾ അവിടെ സംഗതി എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലായിക്കണേ. ആക്കിൽ എന്ന സാധനം ഇത്ര ബുദ്ധി ഇല്ലല്ലോ എനിക്ക് നമ്മൾ ചോദിച്ചൂലേ. അപ്പം നമ്മുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്തോ സാധനം കയറിയെന്നല്ല, തന്നെയാണ് ഈ ആക്കിൽ കാരണം. ആ സാധനം ഫഹുവ സബബുൽ ഇൽമി ആയുള്ളൻ, അതും എൽമിട്ടാനുള്ള സബബാണ്. സൊറഹബിദാലിക്ക മുസന്നിഫ് ഇതൊന്ന് സബബാണോ എന്ന് എടുത്തു പറഞ്ഞതിന് സബബ് മൂന്നാണ്, അതാണ് ഇതാണ് ഇതാണ് കാരണം ഇത് സബബാണെന്ന് ഒന്നുകൂടി പറയണോ? അത് എന്തിനാണെന്നറിയോ? ലിമാ ഫീഹി ഇതിൽ സ്ഥിരമായി ഒന്നിന് വേണ്ടിയിട്ടാണ്. ആ ഒന്നതിനാൽ മിൻ ഖിലാഫിൽ മുലാഹിദത്തിൽ മുലാഹിദത്തിൻ്റെതായിരിക്കുന്ന എന്തിനാൽ സുമനീയത്തി രണ്ടെണ്ണം ഉണ്ട്. മുലാഹിദത്തി സുമനീയത്തി ഈ രണ്ട് ടീമിന് സുമനിയ എന്നാൽ കഴിഞ്ഞു പോയി 2 ദിവസം മുമ്പ്. ഈ രണ്ട് ടീമിൻ്റെയും ഖിലാഫിനാൽ മുലാഹിദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരം ഒരു ടീമാണ്. ഓൽക്ക് സ്വഭാവം എന്താ വെച്ചാൽ ഓല് പറഞ്ഞത് ഒരു ഇമാമു മാസവും ഉണ്ടാവും, ആരാന്ന് തിരിയില്ല, ഇൽമ് കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് കൊടുക്കണ മാതിരി ഇങ്ങോട്ട് ഒരാളെ കൽബ് കണ്ടിട്ട് കൊടുക്കണം, അയാൾ മുഖേന കിട്ടണം, ആ ആളാരാന്ന് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ആക്കിലോണ്ട് ഇൽമ് കിട്ടൂല എന്നുള്ളതാണ് ഓല് പറയുന്നത്. നമുക്ക് ഒന്നും ആക്കിലോണ്ട് കേൾക്കാൻ പറ്റൂല, ആ ആളോട് പറയണമെന്ന്. പോലെ പ്രത്യക്ഷത്തിൽ കണ്ട റാഫിലിയാക്കളാന്ന് തോന്നും, എന്നാൽ സംഗതി ഒരു കാഫിരീങ്ങളുമാണ്. ഒരു ഉദ്ദേശം ഇസ്ലാമിനെ തകർക്കലുമാണ്. അങ്ങനത്തെ ഒരു ടീമും അവിടെ ഇറങ്ങി തിരിച്ചിരുന്നു. അവരാണ് മുലാഹിദത്ത് എന്ന വിഭാഗം. ഏതായാലും ശരി, ഓല് പറഞ്ഞ എന്താ പറയുക, ആക്കിലോണ്ട് ഇൽമ് കിട്ടുന്നല്ല എന്നാണ് അവർ പറഞ്ഞു. ഫി ജമീ നദരിയാത്തി നദരിയാത്ത് നമ്മൾ നദരിയ നമ്മൾ പറഞ്ഞതോ ഒന്നുമില്ല എന്നാണ് ഓല് പറയണത്. അതുപോലെ തന്നെ ബഅലിൽ ഫലാസിഫത്തി പിന്നെ ഫൽസഫക്കാരിൽ നിന്ന് ചിലരൊക്കെ നിന്നുള്ള ഖിലാഫുണ്ട്. ഫിൽ ഇലാഹിയാത്തി ഇലാഹിയായ കാര്യങ്ങളിൽ ദൈവികമായ എന്താ എല്ലാ ഇലാഹിയാത്ത് നമ്മൾ കഴിഞ്ഞു പോയിട്ടോ 14 പേജിലൊക്കെ. ഇലാഹിയാത്തിൽ ഫൽസഫക്കാർ ഇൽമിൽ എന്തില്ല എന്നാണ് പറഞ്ഞത്, പിന്നെ ആക്കിലോണ്ട് തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞാൽ അതിലൊക്കെ ആക്കിൽ നടക്കും. ആക്കിൽ നടക്കാത്തൊരു കേസും ഇല്ല. അതിന് ഓല് പറഞ്ഞ ഞാൻ എന്താ അറിയോ എന്നെ പിന്നെ ഇൽമുട്ടൂല അറിയാൻ കാരണം ബിനാനല കസറത്തിൽ ഇഖ്തിലാഫി തനാഖുദില്ലാറായി. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇഖ്തിലാഫുൽ ഗസീറാവും, അഭിപ്രായങ്ങൾ പരസ്പരം വൈദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആയതുകൊണ്ട് എന്തുണ്ടാവില്ല, ഇൽമു കിട്ടൂല. വൽ ജവാബ് അതിന് മറുപടി അന്നദാലിക്ക നിങ്ങൾ ഈ തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, തമ്മിൽ തനാഖുദുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസാദിൻ നദരി ചിന്തിക്കാത്ത കേസല്ല, ചിന്ത പേച്ചക്കേടാണ്, ചിന്തിച്ചോളം പേച്ചക്കാണ്. ഫലാ യുനാഫി അപ്പോൾ ആയതുകൊണ്ട് പിന്നെ ഫലാ യുനാഫി എതിരാവൂല കൗനുൻ നളരി സ്വഹീഹി മിനൽ അഖിലി അഖിലിൽ നിന്നുള്ള റെഡിയായ നളർ ആകലിനോട് എന്താകുക മുഫീദല്ലിൽമി ലില്ലിൽമി ഇൽമിന് വായിപ്പിക്കലിനോട് എതിരല്ല. ഏതെങ്കിലും ഒരു ചങ്ങായിൻ്റെ നളർ പയച്ചപ്പം ഓം വേറെ ആൾ ചിന്തിച്ച് പറഞ്ഞതിന് എതിര് പറഞ്ഞു എന്നതിനാൽ എന്ത് വരൂല, സ്വഹീഹായ നളർ കൊണ്ട് ഇൽമു കിട്ടുന്നുണ്ട് എന്നതിനോട് എതിരാവൊന്നുമില്ല. അതിൻ്റെയും പുറമെ അല അന്നമാ ദക്കർത്തും അതിൻ്റെ പുറമെ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ന്യായം ഉണ്ടല്ലോ, മുടന്ത ന്യായം, അത് ഇസ്തിദ്ലാലും പിന്നെ അതിരില്ലാക്കൽ ഇത് നിങ്ങളുടെ മണ്ടയിലൊരു നിങ്ങൾക്ക് ഉണ്ടൊരു ആക്കലുണ്ടല്ലോ, അതുകൊണ്ട് ചിന്തിച്ച് കണ്ടാ നിങ്ങൾ ദലീലുണ്ടാക്കിയത്, ദലീല് പറഞ്ഞിട്ടാണ്. ഫീഹി അപ്പം ആ നിങ്ങളെ ഈ വാദത്തിലുണ്ട് ഇസ്ബാത്തുമാന ഫെയ്ത്ത് നിങ്ങളില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ട് എന്ന് പറയലായി. നിങ്ങൾ പറഞ്ഞത് നിങ്ങളെന്നെ എതിർക്കലായി. നിങ്ങൾ ബുദ്ധിയോടെ ചിന്തിച്ചല്ല പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ബുദ്ധിയോട് ചിന്തിച്ചാൽ കിട്ടൂല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ബുദ്ധിയോട് ചിന്തിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത്, അപ്പം നിങ്ങൾ പറഞ്ഞത് നിങ്ങളെന്നെ എന്ത് ചെയ്തായി, നഫിയലായി. ഫതനാക്കല്ലോ അപ്പോൾ തനാക്കല്ലോ വൈരുദ്ധ്യമാവും. നിങ്ങൾ ആക്കലോണ്ടില്ല എന്ന് പറയാം, നിങ്ങൾ ആക്കലോണ്ട് തന്നെ നിങ്ങൾ സ്ഥാപിക്കുകയും ചോദിച്ചാൽ ഫൈൻസാമു. അപ്പം നിങ്ങൾ ബാധിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഒരു ഞൊണ്ടിന്യായം പറഞ്ഞാൽ എന്ത് അന്നമോറത്തിൽ ഫാസിദ് ബിൽ ഫാസിദി, അത് പിഴവിനെ പിഴവുകൊണ്ട് എതിർത്തിക്കാണ് ഞങ്ങൾ വേറെള്ള പറഞ്ഞിക്കാണ്. സംഗതി ആക്കലോണ്ട് കിട്ടൂല, ആക്കലോണ്ട് കിട്ടൂല എന്നുള്ളത് ശരി തന്നെയാണ്. അങ്ങനെ പേച്ചോണ്ടാണ് എതിർത്തിക്കാണ് ഞങ്ങൾ എന്നിങ്ങനെ ഒരു ഞൊണ്ടി പറയുകയാണെങ്കിൽ കൊല്ലാനും ഇമ്മായി ഫീത ചെയ്യൻ നിങ്ങളാ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉമ്മ കിട്ടിയേക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ പലാക്കൂര് ഫാസിദൻ എന്നാൽ പിന്നെ അക്കുൽ ഫാസിദ് അല്ലാന്ന് മനസ്സിലായി. അല്ല ഔ ലാ യുഫീദു അല്ല ഒരു ഫായിദ് കിട്ടിയില്ല ചോളി പലാക്കൂരും വേറല്ല, നിങ്ങൾ കൊണ്ടത് വേറല്ല അല്ല, ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആക്കലുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ആക്കലുകൊണ്ട് ഇരുവിട്ടെന്നല്ല പറഞ്ഞത്, അതിനെതിരെ നിങ്ങൾ കൊണ്ടത് മുനാക്കളായിട്ടുമില്ല. ഫൈൻകീല ചോദിക്കപ്പെട്ടാൽ കൗരുൻ നദരി മുഫീദല്ലിൽമി ഇങ്കാന ലറൂരിയൻ
ആ ചുരുക്കപ്പെട്ടായിക്കോട്ടെ എന്ന് ഇനി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു. നദറുകൊണ്ട് ഇൽമ കിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. ഇൽമുകൊണ്ട് നദറുകൊണ്ട് ഇൽമ ആ ഇൽമ ആകുകയാണെങ്കിൽ ഇൻകാന ലറൂരിയാണ് ലറൂരി ആകുകയാണെങ്കിൽ നമുക്ക് ഹിലാഫുൻ ഹിലാഫുണ്ട് ലറൂ ഇൽമ ഹിലാഫുണ്ടാവില്ലല്ലോ. ഏതുപോലെ കമാഫി കൗലിന അൽവാഹിദ് നിസുലിസിനെ ഒന്ന് രണ്ട് ബൗദ്ധിയാണ്, അതിപ്പോൾ എന്താണ് ലറൂരി ഇൽമ. അങ്ങനത്തെ ആണെങ്കിലോ തർക്കം ഉണ്ടാവില്ല. വലയിൻകാന നദിരിയൻ അല്ലെങ്കിൽ നദിരിയാണെങ്കിലോ ലസിമ ഇസ്ബാത്തുൻ നദിരി ബിൻ നദിരി നദറിനോട് സ്ഥാപിതാക്കേണ്ടി വരും. പിന്നെ ഹുദൗറാണ്. മാങ്ങണ്ടാണെങ്കിൽ അണ്ടിണ്ടാവണം, അണ്ടിണ്ടാണെങ്കിലും മാങ്ങണ്ടാവണം, മാങ്ങണ്ടാണെങ്കിൽ അണ്ടിണ്ടാവണം, അണ്ടിണ്ടെങ്കിൽ മാങ്ങണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ അതുണ്ടാണെങ്കിൽ ഇത് വേണം, ഇതുണ്ടാണെങ്കിൽ അതും വേണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇങ്ങോട്ട് കടി ചുരുക്കി പറഞ്ഞാൽ അത് തീരുമാനമാവില്ല. ഇങ്ങനെ ദോറുണ്ടാവൂലേ? കാരണം ഈ നദർ സ്ഥാപിത്താക്കാം, മറ്റേ നദർ വേണം. ആ നദറോ ഈ നദറോണ്ടും കിട്ടും, ഈ നദറോ ആ നദറിനും കിട്ടും. ഇത് തീരൂലല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ കൊല്ല. അതിന് ഞങ്ങൾ മറുപടി നേരെയോ അള്ളറൂരിയോ ലറൂരിയേ കതിയ കൗഫിയ ഖിലാഫുനായി ചിലപ്പോൾ തർക്കം ഉണ്ടാവും. ആരവൻ അതിൽ തർക്കം ഉണ്ടാവും. ഇമ്മാലിനാദിൻ ഒന്നുകിൽ വാശി പിടിച്ചിട്ട് ഞാൻ പിടിച്ച വയലിന് കൊമ്പ് മൂന്നാണ് എന്നോട് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുന്നത്? ഒന്നുകിൽ മത്സര ബുദ്ധിയെ തർക്കം ഉണ്ടാവും ചിലപ്പം. അവർ കുസൂരിമ്പിൽ ഇതറാക്കി അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കുന്നതോടത്തോന് എന്തോ കമ്മി ഉണ്ടാവും. ഗ്രഹണശേഷി മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധി വളരെ കുറവാണ് ഈ കാരവാന്. പിന്നെ ഫൈനൽ ഒക്കോലും തുഫാവിത്തത്തുൻ കാരണം ബുദ്ധി പലവർക്കും പല മാതിരിയല്ലേ. ബി ഹാസ്ബി ഫിത്രത്തി ജന്മസിദ്ധീൻ്റെ വ്യത്യാസം തന്നെ. ജന്മനാ ചില ആൾക്കാർക്ക് എന്തുണ്ടാവും, നല്ല കഴിവുണ്ടാവും, ഫിത്രത്തോണ്ട് കിട്ടണതാണ്. ചിലർക്ക് ഫിത്രത്തോണ്ട് തന്നെ കിട്ടണം. എന്താണ് ഈ കാരം ഇതാണ് ഈ കാരം ഒക്കെ ബുദ്ധി മോശമാണ് ഈ കാരം. ചില വാപ്പാര മക്കളൊക്കെ നല്ല ബുദ്ധിമാനാണ് ഈ കാരം. ചില വാപ്പാര മക്കളൊക്കെ പേട് ഈ കാരം ഒക്കെ ഉണ്ടാവും. ചില വാപ്പാര മക്കളിന് ചില നല്ല ബുദ്ധിമാനെങ്കിൽ ചില തെറ്റ പേട് ഈ കാരം. അപ്പോൾ തിരിച്ചും കുറച്ചൊക്കെ ഉണ്ടാവും. ആ ബിത്തിഫാക്ക് മുനോക്കലായി അതോടൊന്നും അതിൽ അതേ ഒക്കലാക്കെ ഇത്തിഫാക്കായ കാര്യമാണ്. എല്ലാവരും ബുദ്ധിന് മാതിരിയല്ല, എല്ലാവരും ബുദ്ധിന് മാതിരിയല്ല എന്നുള്ള ഇത്തിഫാക്കുള്ള കാര്യമാണ്. വ്യത്യാസമുണ്ട്. വസ്തുലാലിമിനൽ ആസാരി അസറുകളാവുന്ന ദലീലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഷാത്തിമിനൽ അഖ്ബാരി വർത്തമാനങ്ങളാവുന്ന ഷാഹത്തും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറഞ്ഞേക്കണോ അങ്ങനെ തന്നെയാണ്. ദലീലൊക്കെ അങ്ങനെ കാണുന്നത് ബുദ്ധിമാൻ പിന്നെ അതുപോലെ തന്നെ വൻ നദരിയോ ഈ നദരീയ പറഞ്ഞത് കഥ യസ്ബത്ത് ബിൻ നദരി മഖ്സൂസിൻ ഒരു ഖാസാകളെ നദറുകൊണ്ട് ചിലപ്പോൾ നദരി സ്ഥാപിത്താക്കും. ലായോബറ ബിൻ നദരി അതിന് നദർ നീ പാർത്തുണ്ടാച്ചാൽ മതി. കമായിക്കാലു കൗലുന അൽ ആലു മുതയ്യിറുൻ കുല്ലു മുതയ്യിറുൻ ഹാദിസുൻ യുഫീദുൽ ലിൽ മൗജൂദിൽ ആലമി. ആലം മുതയ്യിറാണ്, മുതയ്യിറൊക്കെ ഹാദിസുമാണ് എന്നത് ആലം ഹാദിസാണ് ഇൽമിനെ വാദിപ്പിക്കുന്നുണ്ട് എന്ന് പറയും പോലെ ബിൽ ദറൂറത്ത് കൊണ്ടാണത്. വലൈസ ദാലിക അതല്ല ഹുസൂസിയത്തി ഹാദൻ നദരി ആ നദർ ഹുസൂസിന് വേണ്ടിയല്ല. ബില്ലി കൗനിഹി സഹിഹം മക്റൂനം ബി ഷറായിത്തി. എന്താണെന്നറിയോ? ഷർത്ത് ഒന്നാം ഷെക്കിലാണത്. ഒന്നാം ഷെക്കിലാവുമ്പം എന്താ വേണം? പിന്നെ സൂറ മോചിബിയാണ്, കുബ്ര കുല്യാണ് അല്ലേ? സൂറ മോചിബിയാണ്, കുബ്ര കുല്യാണ്, ഒന്നാം ഷെക്കിലാണിത്. കാരണം എന്താണ്? ഒന്നാം ഷെക്കിലിപ്പോൾ എന്താ ഉള്ളത്? അൽ അൽ ആലം മുതയ്യിറുൻ ആലമല്ല ആലം മുതയ്യിറാണ്, കുല്ലു മുതയ്യിറിൻ ഹാദിസുൻ. ഒരു അടിയല്ലേ ഷർത്തൊക്കൊത്തിന്? ഷർത്തൊക്കൊത്ത എന്തായി? ഒന്നാം സെക്കിലാണല്ലത്. ഒന്നാം സെക്കിലാണ് എന്താ ഉണ്ടാവും? ഹദ്ദൗസത്ത് സൂറക്ക് മഹമൂലും കുബ്രക്ക് മൗളുവാണ്. അപ്പം എന്തായി? ഒന്നാം സെക്കിലാണ്. ഒന്നാം സെക്കിൽ ഷർത്ത് കൊത്തുന്നു. അപ്പം എന്തായി? അതിനാൽ ഏത് നെത്തിച്ച കിട്ടൽ നിർബന്ധ റൂരിയാണ്. അതാ ബിഷറായിത്തിഹി അതിൻ്റെ എല്ലാ ഷറാത്തിലും മക്റൂനായി വന്നുകൊണ്ട് സഹിയാണ്. ഫേക്കൂന് കുല്ലു നദരിൻ സഹിയും മക്റൂനും ബിഷറായിത്തിഹി ഫിദലിൽ ഇൽമി. ഷർത്തൊക്കിനോട് അന്വയിക്കോട്ടെ സഹിയായ നദർ എന്തായി മാറും? ഇൽമിനെ വൈദിപ്പിക്കുന്നതാവും ചെയ്യും. അപ്പോൾ ഈ തഹക്കീക്ക് യാതൊരു മൻഇ നമ്മളെ ഈ മൻഇനെ തഹക്കീക്കാക്കുന്നതിലുണ്ട് സിയാദ് തഫ്സീരിൻ കുറച്ച് അധികരിച്ച് വിശീകരണം പറയാണ്ട് ലായക്കു യാതൊരു കിതാബി ഈ കിതാബിന് അനുയോജ്യമാകാത്ത കുറേ തോന് പറയാണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടി കിതാബാവില്ല, കിതാബ് ഒരു പരന്ന കിതാബായി പോകൊണ്ട് ഞാൻ പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ പലത് പറഞ്ഞത് ഇനി മുത്തവാത്തിറുകൊണ്ട് കിട്ടുന്നത് ലറൂരിയ ഇൽമാണ് അറിഞ്ഞ്, പിന്നെ ഹബറുസ് കൊണ്ട് കിട്ടുന്നത് ഇസ്തിലാലി ഇൽമാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാം, ഇനി അഖിലോണ്ട് കിട്ടുന്നത് ഏത് ഇൽമാണ്? വമാ സബത്ത മിൻഹു ബിൽ ബദാഹ ഐമിനൽ ഇൽമി സ്ഥാപിത്ത് ബിൽ അഖിലി അഖിലോണ്ട് സ്ഥാപിത്താവുന്ന ഇൽമിൻ്റെ കൂട്ടത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടത് ബിൽ ബദാഹത്തി ബദാഹത്തോട് സ്ഥിരപ്പെട്ടത് ഐ ബി അവൽ തവജുഹീൻ ബദാഹത്ത് എന്നാൽ അവൽ തവജുഹ് കൊണ്ട് തന്നെ മിന്നോ ഇത്യാജിൻ്റെ ഫിക്കിരീൻ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഫോവ ലറൂരി അവർ ഒറ്റയ്ക്ക് പറയാൻ കഴിയൂല. നാക്കിലോണ്ട് കിട്ടിയതിനെ പറ്റി ലറൂരി എന്ന് പറയാൻ പറ്റൂല, ഇസ്തിലാലി എന്ന് പറയാൻ പറ്റൂല. പെട്ടെന്ന് കിട്ടിയതാണെങ്കിൽ ലറൂരി. ആ കല്ലിൽമി ബി അന്ന കുല്ല ഷെയ് ആലമി ജുസിഹി ഏതൊരു ഷെയ്യിൻ്റെയും കുല്ല് അത് ജുസിനേക്കാൾ ആലമായിരിക്കും. അപ്പോൾ പതീഹി അല്ലേ? ഏത് കലീലുലക്കുൽ എന്ത് കിട്ടും? അത് മനസ്സിലാവും.
ഫൈനഹു വിഷയമായിട്ട് കാര്യം ഇല്ല ബഅദ തസവ്വുരി മഅനൽ കുല്ലി വൽ ജുസ്ഇ വൽ അലം, കുല്ലെന്താണ്, ജുസ് എന്താണ്, അലമായ എന്താണ് എന്ന മായന തസവ്വുറായി കഴിഞ്ഞാൽ തവഖുഫ് അലാ ഷൈഇൻ, പിന്നെ മറ്റേ ഷൈഇൻ്റെ മേൽ നിലകൃതിയല്ല, പിന്നെ ഒന്നും വേറൊന്നും വേണ്ട. കുല്ലെന്താ, ജുസ് എന്താ, പിന്നെ അലമിയത്ത് എന്താ തിരിഞ്ഞോൻ എന്ത് തിരിഞ്ഞു, കുല്ല് ജുസിനേക്കാൾ അലമാണെന്ന് തിരിഞ്ഞു. എന്നാൽ പിന്നെ വമൻ ഒരുത്തനാവുന്നത് തവക്കഫ ഫീഹി, ഇതില്ലോ തവക്കുഫ് പറഞ്ഞു. എങ്ങനെ ഹൈദു സാമാവോ ഞൊടിഞ്ഞപ്പോൾ അന്ന ജുസ് അൽ ഇൻസാനി, ഒരു മനുഷ്യൻ്റെ ജുസ് കല്ലതി കൈ, മസലൻ ഒരാളെ കയ്യ് കതിയക്കൂനു ചിലപ്പോൾ വലുതാകാമല്ലോ, അലമ മിൻ എന്നിൽ കുല്ലി കുല്ലിനേക്കാൾ ഒരാൾ കലിയാണ് വലുതായി, കയ്യാണ് വലുതായി 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 ഓനേക്കാൾ വലുതാകല്ലോ എന്ന് പറയുന്നവൻ ഫോവലം മെത്തസവർ മാനിൽ കുല്ലി ഒരു ജുസി. ഓൻ കുല്ലിനെ മാനിനെ മനസ്സിലായില്ല, ജുസിന് മനസ്സിലായിട്ടില്ല. ഒരു ജുസ് കുല്ല് അതിൻ്റെ ജുസിനേക്കാൾ അളവെന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ എന്നുള്ള ഓൻ മനസ്സിലാക്കണ്ടേ, മനസ്സിലായില്ലേ? അപ്പോൾ എടാ ഇപ്പോൾ വലിയൊരു കയ്യുണ്ടരായി നിൽക്കുകയാണ്, ആ കൈ അടക്കല്ലേ നമ്മുടെ കുല്ല്, മനസ്സിലായില്ലേ? അപ്പോൾ ആ കൈ കുല്ലിനേക്കാളും ചെറുതന്നെയല്ലേ. ആ ഇസ്തിദ്ലാലി, ഇനി ഇസ്തിദ്ലാലോണ്ട് കിട്ടിയതോ, അപ്പോൾ അക്കലിൻ്റെ രണ്ട് സൈസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ബദാഹത്തോണ്ട് കിട്ടുന്നതുകൊണ്ട് ബദാഹത്തോട് കിട്ടാത്തതും ഉണ്ട്. പെട്ടെന്നാണ് കിട്ടണതാണെങ്കിൽ അത് ദറൂരിയാണ്. അല്ല ഇനി ഇസ്തിദ്ലാലിനോടാണ് കിട്ടിയതെങ്കിലോ ഫോഹോ ഇക്തിസാബിയുൻ, അതിന് മൊത്തത്തിൽ വരുന്നുണ്ട് ഇസ്തിദ്ലാലിയാണ്. ഇനി അതിൻ്റെ ഇടയിൽ വിട്ട് വായിച്ചാൽ എന്താ ഇസ്തിദ്ലാലോണ്ട് കിട്ടുന്നത് പറഞ്ഞാൽ പിന്നെ അതിൽ ദലീല്, പിന്നെ ദലീല് ചിന്തിച്ചിട്ട് കിട്ടിയത്. ഇനി അടി വിട്ടത് ഈ ദലീൽ ചിന്തിക്കുക എന്ന് പറഞ്ഞ രണ്ട് ഐറ്റംസ് ഉണ്ടാകാം. സ്വഭാവമാൻ ഇസ്ലാലമിനെ ഇല്ലത്തി അലൽ മാലൂലി, ഇല്ലത്തുനിന്ന് മാലൂലുമൊക്കെ അങ്ങോട്ട് ദലീൽ പിടിക്കലുമാകാം, മറിച്ചും കെട്ടുമാകാം. കമായിദാറൻ ഫാലിമ ദഹാദുഹാനൻ, തീ ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലാക്കി ആ തീ കത്തുന്നുണ്ടല്ലേ, അപ്പം അതിന് പുകയുണ്ടാവും ഈ കാരണം, അങ്ങനെ മനസ്സിലാക്കിയേക്കാണെങ്കിൽ ആദ്യം ഇല്ലത്തുമെന്ന് മാലൂലുമൊക്കെ നീക്കിയേക്കാണ്. ഇനി നേരെ മറിച്ചുമാകാമെങ്കിലും മാലൂലല്ല ഇല്ലെത്തി, മാലൂലൊന്നും ഇല്ലത്ത് അങ്ങോട്ട് നീങ്ങലും ആകാം. കമായിദാറ ദുഹാനൻ ഫാലിമാൻ്റെ ഉനാകനാറൻ, പുക ഇങ്ങനെ കണ്ടപ്പോൾ തീ കത്തുണ്ട് മനസ്സിലാക്കി ഇങ്ങോട്ടും ആകാം. പക്ഷെ എങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇല്ലത്തും മാലൂലും എന്തെങ്കിലും ആയിക്കോട്ടെ, ഇസ്തിദ്ലാൽ ആണോ അഥവാ ദലീൽ ചിന്തിച്ചിട്ടാണോ എന്നാ ഇഖ്തിസാബിയുൻ. ഞാൻ വിട്ട് വായിച്ച് വഖദി യുഹസ്സുൽ അവ്വലു, ഇങ്ങനെ ഇപ്പം അതൊരു കീല എന്നുള്ളൊരു സ്ഥാനത്താണ് ഈ കത് ഇയാൾ ഇടയില്ല. മുളാരിയിൽ കതിട്ടുകാണ് ചിലപ്പോൾ എന്ത് ചെയ്യാറ് ഒരു ദുർബലമായ അഭിപ്രായത്തിലേക്ക് ഇഷാർത്താക്കലുണ്ട്. ഇങ്ങനെയും പറയുന്നത് അല്ല അവ്വലു, ആദ്യം പറഞ്ഞത് ഇത് രണ്ടെണ്ണം പറഞ്ഞില്ലേ, ഇല്ലത്തിൽ നിന്ന് മാലൂക്ക് അങ്ങോട്ട് നീങ്ങണത്, മാലൂരിൽ നിന്ന് ഇല്ലത്ത്, രണ്ടും രണ്ടും എന്നാ ഈ എന്നാ ദലീൽ ചിന്തിക്കലാന്നപ്പോൾ നമ്മൾ പറഞ്ഞത്. ചിലർ പറഞ്ഞാൽ ഇസ്മി താലീലി, ഈ ഇല്ലത്തിൽ നിന്ന് മാലൂലേക്ക് അങ്ങോട്ട് ലക്ഷ്യം പിടിക്കുകയാണെങ്കിൽ അതിന് താലീൽ എന്ന് പേര് പറയുമെന്നും, വസാനി രണ്ടാമത്തെ ഹാസാക്കപ്പെടും ഇസ്ലാൽ ഇസ്ലാൽ എന്ന് പറയും എന്നും ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. നമ്മൾ തന്നെ രണ്ടും ഏത് തന്നെയാണ്, അങ്ങിടുന്ന് ഇങ്ങടായാലും ഇങ്ങിടുന്ന് അങ്ങടായാലും രണ്ടും ആയാലും ഒക്കെ ഇസ്തിലാലാണ് എന്താണ് പറഞ്ഞത്, ദലീൽ ചിന്തിക്കലിന് കൂട്ടത്തിൽ പെടുന്ന നമ്മൾ പറഞ്ഞത്. പിന്നെ ഇരിക്കട്ടെ, ഫോ ഇക്തിസാബിയൻ, ഏതായാലും ഇസ്തിലാലോട് കിട്ടിയാൽ അത് ഇക്തിസാബിയാണ്. അതിൻ്റെ പേരെന്താണ്, ഇക്തിസാബി. ഐ ഹാസിലും ബിൽ കസ്ബി, നയിച്ചിട്ട് കിട്ടിയത്, അധ്വാനിച്ചിട്ട് കിട്ടിയത്. എന്ത് അധ്വാന നമ്പുരാനെ ബനിന്, അതാ അധ്വാനം തന്നെ. ഉപാഷറത്തുൽ അസ്ബാബിൽ അസ്ബാബ് ഇഖ്തിയാറുമായി എന്ത് ചെയ്യണം, മുബാശറത്ത് വേണമെന്ന്. സൊറഫിൽ അക്കലി, അക്കൽ ഇങ്ങനെ തിരിച്ചു വെക്കുക, വന്നതിരി ചിന്തിക്കും പോലെയും, ഫിൽ മുഖദ്ദിമാത്തിൽ അതപ്പോൾ ഫിൽ ഇസ്ലാലിയ കാര്യമാകുമ്പോൾ എന്ത് വേണം, മുഖദ്ദിമയിൽ ഇങ്ങനെ ചിന്തിക്കണം, അക്കൽ ആ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക വേണം. അപ്പം അതിൻ്റെ വേണ്ട അധ്വാനം. ഇനിയോ വൽ ഇസ്ഗായി, ചൂടിങ്ങനെ കൂർപ്പിക്കും പോലെയും, തക്രീബിൽ ഹദക്കത്തി കണ്ടിടത്തങ്ങനെ അങ്ങോട്ട് മറിച്ചു കൊടുക്കും പോലെയും, വിധാർക്ക് പോലത്തെ പോലെ പിന്നെ ഹിസിയാത്താവുമ്പോൾ എന്ത് വേണം, ശരിക്കും ഒന്നിങ്ങനെ നോക്കണം, എന്താണ് ഇപ്പോൾ ശരിയല്ലേ എന്നൊക്കെ അങ്ങനെ ഫൽ ഇക്തിസാബിയു ഇങ്ങനെ വെക്കും വരി മാറിയോ അല്ല. അപ്പോൾ ഇക്തിസാബി എന്ന് പറഞ്ഞത് അമ്മുമിനൽ ഇസ്തിദ്ലാലിയിനേക്കാൾ ആമാണ്. ഇസ്തിദ്ലാലിയും അല്ലാത്തവും പെടും പേര് ഇക്തിസാബിയിൽ. കാരണം ഹിസിയാത്തും ഇസ്തിലാലിയാത്തും രണ്ടും കൂട്ടിയാൽ ഇക്തിസാബിയാണ് നമ്മൾ. ലിയന്നഹുല്ലദി യഹ്സുലു ബിൻ നദരി ബി ദലീലി, കാരണം ഇസ്തിലാലിയ എന്ന നേരത്തുള്ളൂ ദലീൽ ചിന്തിച്ചാൽ കിട്ടണമെന്നുള്ളൂ. അപ്പോൾ ദലീൽ ചിന്തിച്ചാൽ മാത്രം കിട്ടുന്നതിൻ്റെ പേരാണെന്ത്,
ഇസ്തിലാലി പറഞ്ഞത്. ആ വക്കുല്ലു ഇസ്തിലാലിയൻ ഇക്തിസാബിയൻ, എല്ലാ ഇസ്തിലാലിയും ഇക്തിസാബിയാണ്. വല അക്സ, എല്ലാ ഇക്തിസാബി ഇസ്തിലാലി അല്ല. എല്ലാ ഇൻസാനും ഹയവാനാണ്, ഹയവാനൊക്കെ പാട് ഇൻസാനല്ല, ആമാസം മുത്തലക്കയാണ്. പിന്നെ അക്സില്ലാരും ഒരു മിസാൽ പറഞ്ഞുതരാ. ആ കൽ ഹാസിലി ബിൽ കസ്തി വൽ ഇഖ്തിയാരീൻ, കസ്തി ഇഖ്തിയാർ കൊണ്ട് ഹാസിലാവുന്ന ഇബ്സാർ പോലെ. ഏ പിന്നെ പിന്നെ വമൽ ലറൂരിയു, അപ്പം ഞാൻ ഒരു കാര്യം, അപ്പം ഞാൻ ലറൂരി, അപ്പം രണ്ട് മാനിട്ട് മനസ്സിലായി. രണ്ടിന് മുക്കാവലി ഇക്തിസാബിൻ്റെ മുക്കാലിയിലും ലറൂരിനെ പറയും, മറ്റേ മുക്കാവലിയിലും പറയും. അപ്പോൾ ലറൂരിൻ്റെ മാന മാറും, ഇതിൻ്റെ മാന മാറുമ്പോൾ അതിൻ്റെ മാന മാറും. ഇതിൻ്റെ ദലീൽ ഈ ഹാസിൻ്റെ മുക്കാബിലിയിൽ ലറൂരിനെ പറയുമ്പോൾ ആ ലറൂരിൻ്റെ മാന ആമാവും. ഹാസിൻ്റെ മുക്കാബിലിയിൽ പറയുമ്പോൾ അതിൻ്റെ മാന എന്താവും? മനസ്സിലല്ലേ? രണ്ട് ഹാസു ആമുല്ലേ നമ്മൾ പറഞ്ഞില്ലേ? ഇക്തിസാബ് ഇസ്ലാലിയും കൂട്ടുമ്പോൾ ഒന്ന് ഹാസു ഒന്ന് ആമുമാണ് പറഞ്ഞില്ലേ? രണ്ടൻ മുക്കാബിലിനെ പറയും, ലറൂരീനെ പറയലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇക്തിസാബി എന്ന് പറയുന്ന പിന്നെ മുക്കാബിലി പറയുമ്പോൾ അതിനനുസരിച്ച് അവിടെ മാന മാറും, ഇതിനെ മാന മാറും. അതാ മുപ്പനെ പറഞ്ഞതാ. അമ്മ ലറൂരി ലറൂരിയാന്ന് വാക്ക് കാലു അതിന് പറയപ്പെടലുണ്ട് കവൽ ഇക്തിസാബി, ഇക്തിസാബിന് മുക്കാബിലിയിൽ. അപ്പോൾ കെസ്ബ് ഇല്ലാതെ കിട്ടിയത് ഇതിന് മാനാക്ക് ലറൂരി പറയുമ്പോൾ വസ്സറു, അപ്പോൾ ലറൂരിൻ്റെ തഫ്സീർ ഇങ്ങനെ ബിമാ ലായക്കു നസീലുഹു മഖ്ദൂർ അലിൽ മഖ്ലൂഖീൻ, അപ്പം അതിൻ്റെ തഫ്സീൽ മഖ്ലൂഖിന് മഖ്ദൂർ അല്ല, മാണ്ട വിചാരിച്ചാലും ഇത് കിട്ടുമെന്ന്. ആ വക്കതുക്കാലു ഫി മുക്കാബലത്തിൽ മുസ്തിലാലി, ചിലപ്പോഴും ലറൂരിൻ്റെ മുക്കാബിലി പറയും, ഇസ്തിലാലി എതിരിൽ പറയും. അങ്ങനെ നമ്മൾ ഫസ്സിറുഹ, അപ്പോൾ ഫസ്സറു, അപ്പോൾ പിന്നെ ലറൂരിൻ്റെ തഫ്സീറുകൾ ഇങ്ങനെയാണ് ബിമാ യഹ്സുരു ബി ദൂരി ഫിക്രിയും ഫിക്രിയും വലതിരിൻ, ഫിക്രി നദൂറില്ലാതെ കിട്ടിയതാണ് ഈ കാരം. ഫി ദലീൽ ചിന്തിക്കാതെ കിട്ടിയതാണ് ഈ കാരം. ഫമിൻഹുന, ഇക്കാരണത്താൽ, മിൻ സമ്മാന്നുള്ള മാനാക്കാണ് ഈ മിൻഹുന കേട്ടോ. ഇക്കാരണത്താൽ ജാലബാലുഹും ചിലർ ആക്കി അല്ലിൽമല്ലാസില ബിൽ ഹവാസി, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടെ കിട്ടി ഇൽമിനെ ആക്കി എന്താക്കി? ഇക്തിസാബിയൻ, അങ്ങനെയാക്കി. ഐ ഹാസൽ മുസറത്തിൽ അസ്ബാബിൽ ഇഖ്തിയാരി എന്ന മാന. അപ്പോൾ ബാലുഹും ചിലർ ആക്കി ഇതിനെ എന്താക്കി? ഈ ഹവാസുൽ ഹാസല ഇതിനാക്കി ലറൂരിയുമാക്കി. ഹാസലം ബില ദൂനിസ്തിലാരി, അപ്പോൾ ഏത് മാനാക്കാണത്? ദലീൽ ചിന്തിച്ച് കണ്ടല്ലാതെ എന്നൊരു മാനാക്കാണത്. ഫലഹറ, അപ്പം മനസ്സിലായി അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ തനാഖുള ഫീ കലാമി സാഹിബിൽ ബിദായ, ബിദായൻ്റെ മുസന്നിഫിൻ്റെ കലാമിൽ ഇബാറത്തിലാക്കി പറയട്ടോ, ബിദായൻ്റെ മുസന്നിഫിൻ്റെ കലാമിൽ തനാഖുദില്ല. എന്താ മൂപ്പര് പറഞ്ഞു വെച്ചു? ഹൈസ് കാല കേട്ടോ. ഇന്നൽ ഇൽമൽ ഹാദിസ, നിശ്ചയമായും ഹാദിസ ഇൽമ്, അള്ളാൻ്റെ ഇൽമ് പുറത്താക്കാനായി ഹാദിസ ഇൽമ് പറഞ്ഞത്. ഹാദിസ ഇൽമ് നൗആനിയാണ് യാർ. കണ്ടോ, മൂപ്പര് നല്ലോ പറഞ്ഞോ കേട്ടോ, നൗആനിയാണ് യാറിന്. ഒന്ന് ലറൂരിയുമാണ്, രണ്ടാമത്തെ ഇക്തിസാബിയാണ്. ഞാൻ അടുത്ത് കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് ലറൂരി, വഹുവ ലറൂരിയനമായി യുഹദിസുഹുല്ലാഹു ഫീ നഫ്സിൽ അബ്ദി മിൻ ഗൈരി കസ്ബിഹി, ഒരടിമൻ്റെ നഫ്സിൽ ഓൻ്റെ കസ്ബില്ലാതെ അള്ളാഹു കൊണ്ട് ഈ ഹിദാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇഖ്തിയാരി കലിൽ വജൂദിഹി, ഓ ഉണ്ട് എന്നല്ല പോലെ, ഓ ഉണ്ട് എന്ന് ഇപ്പോൾ ഓനോട് ആരും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പോലെ തന്നെ അഹ്വാലിഹി, അവൻ്റെ തായ്യുൽ അഹ്വാലുണ്ടല്ലോ ഇൽമു പോലെയും. ഓന് ചൂടെടുക്കുമ്പോൾ ചൂടെടുക്കുന്നുണ്ട് എന്ന്, തണുക്കുമ്പോൾ തണുക്കുന്നുണ്ട് എന്ന്, ഇപ്പം വിശക്കുമ്പോൾ വിശക്കുന്നുണ്ട് എന്നൊക്കെ അറിയാലോ. ആ ഓരോ തന്നെ രണ്ടാമത്തെ ഇക്തിസാബി, വഹുവ ഇക്തിസാബി എന്നമാണെന്നാണ് യുഹദിസുഹുല്ലാഹു ഫീഹി ബി വാസതി കസ്ബിൽ അബ്ദി, അള്ളന്നെ പടക്കണത്, പക്ഷെ അബ്ദിൻ്റെ കസ്ബയിൽ വാസത്ത ഉണ്ടാവും. വഹുവ കസ്ബ് എന്നോട് ഉദ്ദേശിക്കുന്നത് മുബാസത്ത് അസ്ബാബിഹി, ഓന അസ്ബാബ് അതിൻ്റെ ആ ഇൽമിൻ്റെ കസ്ബ് സബുവിനോട് മുബാശറാകുക എന്ന അർത്ഥം. അസ്ബാബു സലാസ, ഇങ്ങനെ വാർത്ത ഇവർ കിതാബ് എല്ലാ ശൈലിയിലാണ് പോകുന്നത്. ഇൽമ് രണ്ട് ഐറ്റംസാണ്, ഹാദിസ ഇൽമ് രണ്ട് ഐറ്റംസാണ്, ലറൂരിയും ഇക്തിസാബിയാണ്. ഇക്തിസാബി എന്ന് പറഞ്ഞാൽ അബിദിന് കസ്ബ് വാസ്തവം കൊണ്ട് കിട്ടുന്നതാണ്. ആ കസ്ബ് എന്ന് പറഞ്ഞത് എന്താണ്? അസ്ബാബ് മൂന്നെണ്ണാണ്. പിന്നെ ഹവാസു സലീമ, ഖബറുൻ സാദിഖ്, നദറുല്ലാക്കല്, ഇങ്ങനെ ഉപരി പറഞ്ഞു. സുമ്മകാല, അന്നലെ പിന്നെ ഉപരി പറഞ്ഞു വൽഹാസിലു മിൻ നദറിൽ അഖിലി നൗആനീൻ, അഖിലോണ്ട് ചിന്തിച്ചിട്ട് കിട്ടുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ലറൂരിയും ആണോ, ഒന്ന് ലറൂരിയും മസ്തിലാലിയുമാണ് ആണോ. അപ്പോൾ ഈ ലറൂരിയാണ് ഏറ്റവും രണ്ടിനും കബരി വരുന്ന ശൈലി. നല്ല രസമുണ്ട് ഇപ്പോൾ ശൈലി. മൂപ്പരാദ്യം ലറൂരിയും ഇക്തിസാബിയാക്കി മാറ്റി. അല്ലെങ്കിൽ എന്തോ ഒരു റെഡിക്കാം. ഇന്നലെ പിന്നെ മൂപ്പര് ലറൂരിയും ഇസ്തിലാലിയും ആക്കി മാറ്റി. അപ്പം ഇപ്പം ഈ ലറൂരി രണ്ടും കബരിയിൽ പറയുന്ന ശൈലി. ഇസ്തിലാലും കബരിയിലും പറയും, ഇക്തിസാബിനും കബരിയിലും പറയും. കണ്ടില്ലേ മൂപ്പര് വാർത്ത? യഹ്താജ് ഫീഹി ഇലാ നൗഇ തഫക്കുരിൻ, നൗഉ തഫക്കുറിലേക്ക് ആവശ്യമാവും ഇൽമി വുജൂദി നാരി ഇൻദ റുയത്തി ദുഹാനി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഇൽഹാമുൽ മുഫസ്സറു,
തഫ്സീർ ചെയ്യപ്പെടുന്ന ഇൽഹാമാവുന്നത് എന്തുകൊണ്ട് തഫ്സീർ ചെയ്യപ്പെടുന്ന ഇൽക്കാഇ മഅനൻ ഫിൽ ഖൽബി, ഒരു മനുഷ്യൻ്റെ കൽബിലേക്ക് ഒരു ആശയം എങ്ങനെ ഇട്ട് കൊടുക്കപ്പെടുക എന്ന മാനാക്ക് തഫ്സീർ ചെയ്യപ്പെടുന്ന ആ ഇൽഹാം എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്? തരീഖിൽ ഫൈലി, അള്ളാൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. തരീഖിലൂടെ ഒരാൾക്ക് ഇങ്ങനെ കൽബിലേക്ക് കിട്ടി. മഹാന്മാരായ ആളുകൾക്കും മൗലിയാക്കന്മാർക്കും അമ്പിയാവിനൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഇൽഹാം ലൈസാദല്ല മിൻ അസ്ബാബിൽ മഅരിഫത്തി ബിസിഹത്തി ഷൈഇ, ഒരു വസ്തു ശരിയാണ് എന്ന് അറിയാനുള്ള സബുകളിൽ പെട്ടത് അല്ല. ഇന്ദാഹിൽ ഹഖ്, അവലിൽ ഹക്കിൻ്റെ മാന മുമ്പ് കഴിഞ്ഞു പോയിന്. പിന്നെ ഹത്തായരിത ബിഹിൽ ഇഅ്തിറാദു, അങ്ങനെയാണെങ്കിലല്ലേ അതിന് വലിയ ഇഅ്തിറാദ് വരുള്ളൂ. അല ഹസ്രിൽ അസ്ബാബി വിസലാസിൽ മദ്കൂറ, പറയപ്പെട്ട മൂന്നെണ്ണത്തിൽ ഈ ഇൽമിൻ്റെ സബുകൾ ഹസ്ര ചെയ്തു എന്നതിന് വേണ്ടി ഇഅ്തിറാദ് അങ്ങനെ വരും, അങ്ങനെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തില്ല, ഏത് വരൂല, അങ്ങനെ ഇഅ്തിറാദ് അവിടെ വരൂല. കാരണം അതുകൊണ്ട് ഇൽമ് കിട്ടൂല. ഇൽഹാം എന്നെ നാലാമത്തെ എണ്ണാഞ്ഞു എന്ന് ചോദിച്ചണ്ട, കാരണം അതുകൊണ്ട് ഇൽമ് കിട്ടൂല. പിന്നെ വക്കാനൽ ഔല, ഔലയായിരുന്നു അയ്യക്കൂല പറയലായിരുന്നു മിൻ അസ്ബാബിൽ ഇൽമി. ഇവിടെ അസ്ബാബിൽ മഅരിഫത്തി എന്നല്ല ഇബാർത്തിട്ട് ആ സ്ഥാനത്ത് ഇൽമി നിബാർത്തിൽ നന്നായിന്. കാരണം നമ്മൾ ഏതാ എണ്ണി കൊണ്ടിരിക്കണേ, ഇൽമിട്ടാനുള്ള ത്വരീഖല്ല എണ്ണി കൊണ്ടിരിക്കണേ. ബിഷയി ഇല്ല അന്നഹു ഹാവല, പിന്നെ എങ്കിലും ഇമാം ഉദ്ദേശിച്ചതായിരിക്കാം എന്തിനെ, അത്തംബീഹ ഉണർത്തലിനെ, അല അന്ന മുറാദനാബിൽ ഇൽമിൽ മാരിഫത്തി വാഹിദുൻ, ഇൽമുകൊണ്ട് മാരിഫത്ത് കൊണ്ടുള്ള നമ്മളെ മുറാദ് ഒന്നാണ് എന്ന് ഉണർത്തലിനെ ഉദ്ദേശിച്ചതാണെങ്കിലും ഇല്ലേ, അങ്ങനെയാണ് ഈ കാരണം. ഏത് ഇൽമു മാരിഫത്ത് ഒന്നെന്നറിയാം. ഇതുവരെ ഇൽമു കാരണം പെട്ടെന്ന് മാരിഫത്ത് ഞാൻ ചാടിയപ്പോൾ ഇൽമു മാരിഫത്തൊക്കെ ഒന്ന് തന്നെയാണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ കാരണം. പിന്നെ ലാക്കമസ്തലഹലൈഹിൽ ബഅ്ളൂൻ, ചില ആളുകൾ ഇസ്തിലാഹ് വെച്ച മാതിരിയല്ല. ചില ആൾക്കാരങ്ങനെ ഇതിനെ ഇൽമിനി മാരിഫത്തിന് രണ്ടാക്കിയാണ്ട് രണ്ട് ഇസ്തിലാഹൊക്കെ വെച്ചിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. എന്താ ഓല് വെച്ച ഇസ്തിലാഹ് നോക്കാം. മിൻ തഖ്സീസിൽ ഇൽമി ബിൽ മുറക്കബാത്തി ബിൽ കുല്ലിയാത്തി, മുറക്കബാത്തോണ്ടുള്ള ഇൽമ് അതുപോലെ തന്നെ കുല്ലിയാത്തോണ്ടുള്ള ഇൽമിനൊക്കെ ഏതുകൊണ്ട് ഖാസാക്കി, ഇൽമിനെ തഖ്സീസ് ചെയ്തു. വൽ മാരിഫത്തി, മാരിഫത്തിനെ തഖ്സീസ് ചെയ്യലിനാലും ബിൽ ബസായിത്തി, മുറക്കബിന് ഉപരീതനാണ് ബസീത്ത അറിയാം, വിഭജിക്കാൻ വയ്ക്കാത്തത്. വൽ ജുസിയാത്തി, കുല്ലിയാത്തിൻ്റെ വിപരീതം. അപ്പോൾ മുറക്കബാത്ത് കൊണ്ടുള്ള ഇൽമും കുല്ലിയാത്തോണ്ടുള്ള ഇൽമൊക്കെ ആണെങ്കിൽ ഇൽമ് എന്നറിയും. സെയ്ദിനെ അറിയുക പോലത്തെ ഉള്ള ജുസിയാത്തോണ്ട് അറിയുകയാണെങ്കിലോ അതിന് മാരിഫത്തു എന്ന് പറയും. അറഫ്തുല്ലാഹ, അറഫ്തു സെയ്ദ് എന്നൊക്കെ പറയും. അലിംതു, ഞാൻ അറിഞ്ഞു സെയ്ദ് മുന്തലിക്കുൻ, അവിടെ എന്തായി, സെയ്ദ് മുന്തലിക്ക് എന്നുള്ള ആളറിയണം. മറ്റങ്ങനെ സെയ്ദിനെ അറിഞ്ഞു പറഞ്ഞാലേ അതുകൊണ്ട്. അപ്പം അറഫ്തുവിൻ്റെ അറഫാന്ന് ഉപയോഗിക്കാം. മറ്റേത് ഇത് പറഞ്ഞ തന്നെ മുഖ്തസറിലും പിന്നെ നഫൈസൊക്കെ പറഞ്ഞ തന്നെ മനസ്സിലായില്ലേ. ഇല്ല എന്ന തഖ്സീസ സിഹത്തി, പക്ഷേ ഈ സിഹത്തിനെ ഹാസാക്കലാതെ വിധിക്ക് ഇതിക്കൂടെ ഹാസാക്കലാന്ന് ഇമ്മാല വജിഹലോ വജില്ലാതെ പെട്ടതാണ്. മുസ്ലിം എന്താ പറഞ്ഞറിയോ, ബി സിഹത്തി ഷെയ്യാ പറഞ്ഞത്. സിഹത്തോണ്ടും അറിയില്ല ഫസാദോണ്ടും അറിയില്ലല്ലോ. പിന്നെ ഫസാദ് കൊണ്ട് അറിയില്ല, ഈ ഫസാദ് മാത്രം ഇതിനെ ആക്കിയാൽ സിഹത്തോട് മാത്രം അറിയില്ല എന്നുണ്ടെങ്കിലും ന്യായമൊന്നും കാണാനില്ല. സുമ്മല്ലാഹിറു, ഇനി മറ്റു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാണത് അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, അറാദ മുസന്നിഫ് ഉദ്ദേശിച്ചു, അന്നൽ ഇൽഹാമ, നിശ്ചയമുള്ള ഇൽഹാം ലൈസ സബബൻ യഹ്സുലു ബിഹിൽ ഇൽമു ലി ആമത്തിൽ ഖൽഖി, ഖൽഖിന് ആമായിട്ട് ഇൽമു ഹാസിലാകുന്ന സബബ് അല്ല എന്നാണ് ഈ കാര്യം മുസ്ലിം ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വെസുലുഹുലിൽ ഇൽസാമി അൽ ഗൈരി, മറ്റൊരാളുടെ മേലിൽ ആ ഇൽമിനണ്ട് നിർബന്ധിക്കാൻ നന്നാകും പറ്റുന്ന ഇൽമ കിട്ടൂല എന്നുള്ള മാനാക്കാണ് ഇൽഹാം കൊണ്ട് കിട്ടൂല എന്ന് പറഞ്ഞത്. ഇല്ല, അങ്ങനെ വെച്ചിട്ടില്ലേ ശരിയാവില്ല. കാരണം ഫലാസക്ക, അത് സംശയമില്ലല്ലോ, അന്നഹുച്ചപാടും കാര്യം കതി യഹ്സുലു ബിഹിൽ ഇൽമു, അവിടെ ഇൽമു കിട്ടലുണ്ടല്ലോ. ഇപ്പം എനിക്കൊരു ഇൽഹാം ഇങ്ങനെ കിട്ടിയാൽ എനിക്കൊരു ഉറപ്പ് കിട്ടും. അതുപോലെ തന്നെ വഖദ് വറദൽ കൗലു ബിഹി ഫിൽ ഖബരി, ഏത് സ്ഥിതിയിൽ ഈ ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനം ഹദീസിൽ നിന്ന് വരുന്നിട്ടുണ്ടല്ലോ. നഹു ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം അൽഹമനി റബ്ബീൻ, അൽഹമനി റബ്ബീൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസിൽ തന്നെ വാരിതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനം ഔലിയാക്കന്മാരായ ആളുകൾക്കൊക്കെ പലതൊക്കെ എന്തിട്ടുണ്ട്, പല കിനാബൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഓൽക്കും ഉറപ്പാണ്, ഓൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കും ഉറപ്പാണ്. അതേ സ്ഥലത്തിൽ അത് സ്റ്റേജ് ഇട്ടിക്കാണ്ട് ആമത്തിൽ ഹൽക്കിനോട് എന്ത് ചെയ്യാൻ പറ്റൂല മാത്രം,
പറയാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഇൽമിനിക്ക് സഫല്ല എന്നതിൻ്റെ അർത്ഥം ആമത്തുൽ ഹലക്കിന് ഇൽമ് കിട്ടുന്നതും ഒരാൾക്ക് വേറെ ആളുടെ മേലിൽ പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റുന്നതിൽ വിട്ടൂല എന്നുള്ള മാനാക്കാ പറഞ്ഞത്. ഹുക്കിയാൻ ഗതീരിമിന സലഫി മാത്രമല്ല, ഇത്തരം ഇൽഹാമിനെ സലഫിൽ നിന്ന് പലയിടത്തോട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അമ്മ ഖബറുൽ വാഹിദിൽ അദിലി, സത്യസന്ധനായ ഒരാളുടെ വർത്തമാനം, തക്ലീദുൽ മുജ്തഹിദി, മുജ്തഹിദിന് തക്ലീദ് ചെയ്യും. ഇമാം ഷാഫി പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. ആദിലായ ഒരാൾ മാസം കണ്ടു പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇൽഹാം ഇൽമ് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഖബർ റസൂലൊക്കെ ആവണം, അതല്ലെങ്കിൽ എന്ത് വേണം, പിന്നെ മുത്തവാത്തിറാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഖബർ വാഹിദിനെ ഒറ്റ സത്യസന്ധൻ്റെ വർത്തമാനവും മുജ്തഹിദിൻ്റെ തക്ലീദൊക്കെ ഫഖദ് യുഫീദാനി, നിശ്ചയം ചിലപ്പോൾ അത് ഫായിദ വെപ്പിക്കും. അല്ലന്നെ ഫായിദ വെപ്പിക്കും. അതുപോലെ തന്നെ വലിയ ഇത്തിഖാദിൽ ജാസിമല്ലതി യക്ബലു സവാല, അവിടെ ലാ യക്ബലു എന്ന് പറഞ്ഞ ഇത്താവലുണ്ടോ? ലാ എന്നുണ്ട് അവിടെ. എൻ്റെ ഇത്താവലും ലാ ഉണ്ട്, അതിന് വെട്ടീനുമല്ല അവിടെ. അപ്പോൾ സവാലിനെ സ്വീകരിക്കുന്ന ജാസിമാരെ എത്തിക്കാതെ വേറെ ആൾപ്പുറത്ത് നീക്കാൻ നീങ്ങും. അവൻ തന്നെ ലന്നും നൂറുണ്ടാവില്ലല്ലോ, അതിനെ വായുതേപ്പിക്കും. ഫക്കാന്നഹു അറാദ, ആ ഫക്കാനിനെ പറ്റി ഇനി ഹയാലി പറയുന്നുണ്ട്. ഫക്കാന്ന എന്നുള്ളത് അത്ര വേണ്ടടുത്ത് അല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ശരി, ഫക്കാന്നഹു അറാദ ബിൽ ഇൽമി, അപ്പോൾ മുസന്നിഫ് ഇൽമോട് ഉദ്ദേശിച്ചത് മാ വന്നാണ് ലാ യസ്മലുഹുമാൻ, ഇതൊന്നും ഷാമിലാക്കാത്തതാണ്. ഇതോടൊക്കെ എന്താ കിട്ടുള്ളൂ? തന്നെയൊക്കെ കിട്ടുള്ളൂ. നമുക്ക് ഉറപ്പിട്ട് നടത്താൻ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഇൽമോട് ഉദ്ദേശിക്കുന്നത് ഈ ആദ്യമൊന്നും ഷാമിലാക്കാത്ത ഇൽമാണ് ഉദ്ദേശിച്ചത്. വൈല്ല, അങ്ങനെ വെച്ചിട്ടില്ല ശരിയാവില്ല. കാരണം ഫലാ വജ്ഹലി ഹസ്രിൽ അസ്ബാബി സലാസ, സബബിനെ മൂന്നിൽ ഹസ്ർ ചെയ്തതിന് യാതൊരു വജുവും ഉണ്ടാവില്ല. ആകെ മൂപ്പരാണ് ഇൽമ് മൂന്നോണ്ട് നിലക്കേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരാൾ മാസം കണ്ടാൽ കിട്ടൂലേന്ന്, അതുകൊണ്ട് തന്നെ കിട്ടുള്ളൂ. കൊണ്ടൊക്കെ അത് നീക്കിയാണ് നീങ്ങും. വേറെ ആൾ പറഞ്ഞ അതിൽ വലിയ വർത്താനം പറഞ്ഞാൽ എന്താവും? ആണ് നീങ്ങും ചെയ്യും പിന്നെ. അപ്പോൾ എനിക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം അടിത്തറ ഇട്ടുങ്ങാണ്ട് ഇനി മറ്റേക്കനെ കിടക്കുകയാണെങ്കിൽ ഇത് സ്ഥാപിക്കാൻ ആലമാവുന്നത്